ഒന്ന് കേൾക്കണോ? മൂപ്പര് എന്നോട് ഒരു ചോദ്യം, ഈ താഴ്ത്തേക്കിനെ പറ്റി ഇങ്ങനെ അബുൽ വഖാർ എന്ന് പറഞ്ഞ ആളോട് ഖിദർ നബി പറഞ്ഞത് ഖുർആനിലുണ്ടോ? ഞാൻ അങ്ങനെ ചോദിച്ചോ? ഞാൻ ചോദിച്ചത് എന്താണ്, ഇങ്ങനൊരു സംഭവം നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം ആരാങ്ങളോട് പറഞ്ഞത്? അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോന്നാ? അല്ലാതെ ഖിദർ നബി വന്ന് പറഞ്ഞു, റിഫായി ഷെയ്ഖിന്റെ കാര്യം വന്ന് പറഞ്ഞു, അബുല്ലഫനോട് പറഞ്ഞു ഖുർആനിലുണ്ടോന്നല്ല. പേരും നുണയാണ്. നുണ രണ്ടാമത്തതും കേട്ടോളൂ. ഇനിയും നുണ പറയാണ്, നിർത്തുന്നില്ല മൂപ്പരാൾ. ഒരു കാര്യത്തിന്റെ പേരിൽ എത്ര നുണ പറയണേക്കും. അടുത്തത് കേട്ടോളി. ഖുർആൻ ഇറങ്ങിയിട്ട് 600ഓളം കൊല്ലം കഴിഞ്ഞിട്ട് ഈ റിഫായി ഷെയ്ഖ് ജനിക്കുക, 500 കൊല്ലത്തിൽ ജനിക്കുക. എന്നിട്ട് ആ റിഫായി ഷെയ്ഖിനെ പറ്റി ഖുർആനിലുണ്ടോ മൂപ്പർ ചോദിക്കുക. 500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച റിഫായി ഷെയ്ഖിനെ പറ്റി ഖുർആനിലുണ്ടോ? ഞാൻ ഖുർആൻ നിർത്തിട്ട് കാണിച്ചു കൊടുക്കണോ റിഫായി ഷെയ്ഖിനെ പറ്റി പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാളൊരു ഹാലെന്താ? ഇയാളൊരു ഹാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയാത്തതിന്റെ പേരിൽ അടുത്ത പ്രസംഗത്തിൽ പറ. ഞാൻ ആ ചോദിച്ച ഭാഗം കേൾപ്പിച്ചിട്ട് മറുപടി പറയാം. നോണ പറയരുത്, നിങ്ങൾ കളവ് പറയരുത്, നിങ്ങൾ കബളിപ്പിക്കരുത്, തട്ടിപ്പ് നടത്തരുത്, വഞ്ചന കാണിക്കരുത്. എന്റെ ചോദ്യം തന്നെ മാറ്റിയല്ലേ? മാത്രല്ല ആ നിലക്കാണ് നിങ്ങൾ ഇങ്ങനെ നുണ പറയുന്നത്. അപ്പൊ ഞാനെന്താ ചോദിച്ചതിന് ആ പ്രസംഗം കേൾക്കുന്നവർക്കൊക്കെ അറിയാ, എല്ലാ ആളുകൾക്കും അറിയാ. പിന്നെയോ എന്നാ ഈ പണി ഞാനാണോ ചോദിച്ചത്? ഇനിയിപ്പോ അങ്ങനെ ഒരു സംഭവം ഖുർആനിലുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു തെറ്റാണോ? പക്ഷെ ഇതൊരു തെറ്റാണെങ്കിൽ, ഒരു വലിയ കാര്യമാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ ആ കാര്യം വാസ്തവത്തിൽ ചോദിച്ചതാരാ? പേരോടാ നീ ചോദിക്കണത് കേട്ടോ. മൂപ്പര് ഇയാളുടെ ഒരു ഹാലെന്താന്ന് പറഞ്ഞ പൊട്ടത്തരത്തിന്റെ ചോദ്യം ഈ മൂപ്പര് എന്നോട് ചോദിക്കണത് അത് ഖുർആനിലോ അങ്ങനെയല്ല എന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാണ് ഇപ്പൊ മൂപ്പര് ചോദിക്കണത്. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കണമല്ലോ. ഇപ്പൊ മൂപ്പര് പൊട്ടത്തരാന്ന് പറഞ്ഞ കാര്യം ഇനിയിപ്പോ ഞാൻ കാണിച്ചു കൊടുക്കണം. മൂപ്പര് ആവശ്യപ്പെടുന്നത് കേട്ടോളൂ, പെട്ടെന്ന് കേൾപ്പിക്കും. കേട്ടാൽ പറയുന്നത് എന്നോട് ഖിദർ നബി പറഞ്ഞിട്ടുണ്ട്, മൗലവി പറയുന്ന കള്ളത്തരാണെന്ന് വഹി വന്നോ മൗലവി? അത് കളവാണെന്നത് ഖുർആൻ ഓതണോ? അത് കളവാന്നുള്ളതിന് ഹദീസ് ഓതണോ? അല്ലെ ഒരു ഇമാമിന്റെ വാക്കുദ്ധരിക്കണോ? നിങ്ങളൊക്കെ പറഞ്ഞാൽ മതിയോ കളവാൻ? അത് കളവാണെന്നത് ഖുർആൻ ഓതണോ? അത് കളവാന്നുള്ളതിന് ഹദീസ് ഓതണോ? അല്ലെ ഒരു ഇമാമിന്റെ വാക്കുദ്ധരിക്കണോ? നിങ്ങളൊക്കെ പറഞ്ഞാൽ മതിയോ കളവാൻ? ഇപ്പൊ കണ്ടോ, ഇപ്പൊ മൂപ്പര് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കാത്ത സംഗതി വാസ്തവത്തിൽ ചോദിച്ചു പൊട്ടനാകുന്നതാരാ? മൂപ്പരാണ് പൊട്ടനാകുന്നത്. ഇനിയും ആവശ്യപ്പെടുന്നു റിഫായി മൗലിദിൽ പറഞ്ഞ കാര്യം പ്രമാണത്തിലുള്ളതാണെങ്കിൽ ഉദ്ധരിക്കോ, മറുപടി പറയൂ, ജനങ്ങളൊന്ന് പഠിക്കട്ടെ. റിഫായി ശൈഖിന്റെ കയ്യും പിടിച്ച് മുത്തുനബി നാളെ മഹ്ശറിൽ സർവാമ്പിയാക്കളെയും സമീപിച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു മോനെ നിങ്ങൾക്കാർക്കെങ്കിലും അനുയായിയായി കിട്ടിയിട്ടുണ്ടോ എന്ന് അതാ റിഫായിയുടെ കയ്യും പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ മഹ്ശറിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങും എന്ന് പറയുന്നതിന് പ്രമാണമുദ്ധരിക്കോ, തെളിവുദ്ധരിക്കൂ, അതിന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുതയൊന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞേക്കണം, തീർന്നില്ലല്ലോ. ഇനി അതാ എന്റെ പേരിൽ പറഞ്ഞവര് കളവെന്താണ്? നമ്മുടെ എല്ലാവരുടെയും പേരിൽ പറഞ്ഞവര് കളവെന്താണ്? നാം പറയാത്തൊരാശയം നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രസംഗത്തിലും അതിനെക്കുറിച്ച് നമ്മൾ എടുത്തു ചോദിച്ചിട്ടുണ്ട്. മറുപടി തന്നിട്ടില്ലല്ലോ. കേട്ടോളൂ ആ കളവും. ഇയാള് പറയാണ് ഇവർക്കൊരു വാദം, എന്തേ ജീവിക്കുന്ന കാലത്ത് ദ്വാരക്കാൻ പറഞ്ഞാൽ കാഫിറാവും. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദ്വാരക്കണമെന്ന് പറഞ്ഞാൽ കാഫിറാവും, അങ്ങനെ ഒരു വാദം. അത് ഞാൻ ഇവിടെ മുമ്പ് ഉദ്ധരിച്ചു. ഇപ്പൊ മൂപ്പര് പറയാ അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്നതിനെ പറ്റി പറഞ്ഞതല്ല. എന്താ ഇതിനൊക്കെ ചികിത്സ? നോക്കൂ നിങ്ങൾ. കളവ് എന്ന 101 ആവർത്തിച്ച കളവ് കൃത്യമായി പറയാ. ഇതാപ്പ കരയുദ്ധക്കാരന്റെ വലിയ ആയുധം. ഇങ്ങനെ നുണബോംബ് പൊട്ടിച്ചിട്ട് കരയുദ്ധം കൊണ്ട് മുന്നോട്ട് പോകാനാണ് പരിപാടിയെങ്കിൽ കുറച്ച് വിഷമിക്കേണ്ടി വരും കേട്ടോ എന്ന് വളരെ വിനീതമായി തന്നെ ഉണർത്തുകയാണ്. അത് തന്നെയാണ് ഇനിയും പറയാനുള്ളത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരാളോട് പോയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതും ശിർക്കാണ് എന്നാണ് മൗലയുടെ അഭിപ്രായം എന്നാണ് ഇപ്പൊ നമ്മളെ പേരിൽ ആ കളവ് പറഞ്ഞത്. ഈ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, ആർക്കെങ്കിലും അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു മഹാനായ ഒരാളോട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഞാൻ കുറച്ച് വിഷമത്തിലാണ്, അതിനുവേണ്ടി നിങ്ങൾ അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യണേ എന്നൊരു ഉസ്താദിനോട്, ഒരു മൗലവിയോട്, അതല്ലെങ്കിൽ ഒരു സഹോദരനോട്, ഒരു സഹോദരിയോട് ആവശ്യപ്പെടുന്നത് ശിർക്ക്
ശിർക്കാണെന്നാണ് മുജാഹിദിന്റെ വിശ്വാസമെന്ന കള്ളം ഇയാൾ എത്ര തവണയായി ആവർത്തിക്കുന്നു. പറ മറുപടി, ഈ കള്ളം തെളിയിക്ക്. എവിടെ എഴുതി? ആര് പ്രസംഗിച്ചു? തെളിയിക്ക്. തെളിയിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. ഇലാ യൗമിൽ ഖിയാമ ആവില്ല. വളരെ കൃത്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യൗമിൽ ഖിയാമ കക്കണ പരിപാടിയുണ്ട്. യൗമിൽ ഖിയാമ കക്കണ പരിപാടി നിങ്ങൾക്കുണ്ട്. അതെന്താണ്? അതിന്റെ സന്ദർഭത്തിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതിന്റെ മുമ്പേ ഒരു കാര്യം പറയട്ടെ. അതെന്താ? ഇനി ജൂത നസറാണികൾക്കൊരു തന്ത്രമുണ്ട്. അതെന്താ? പരസ്പരം കാഫിറാക്കണ പരിപാടി. അതും ഇവരിൽ പുലർന്നിരിക്കുകയാണ്. എന്താണ് ഈ ജൂത നസാറാക്കളുടെ ഒരു പരിപാടി? ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ശൈഇൻ വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ശൈഇൻ വഹും യത്ലൂനൽ കിതാബ്. എന്താ ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്? എന്താണ് യഹൂദി നസ്രാനികളുടെ പാരമ്പര്യം? എന്താണ്? യഹൂദികൾ പറയും ക്രിസ്ത്യാനികൾ ഒന്നിന്മേലുമല്ല എന്ന് പറഞ്ഞാൽ അവർ ഒന്നിലുമല്ല, അവരുടെ ആദർശം ശരിയല്ല, അവരുടെ ആദർശം പഴച്ചതാണ്, അവർ കാഫിറുകളാണ് എന്ന് യഹൂദികൾ പറയും. നസ്രാനികൾ എന്ന് പറയും യഹൂദി കാഫിറാണ് എന്ന് നസ്രാനിയും പറയും. ഇവരൊക്കെ വേദഗ്രന്ഥം ഓതുന്നവരുമാണ്. പരസ്പരം കാഫിറാക്കുന്ന പരിപാടി അത് ഏറ്റവും കൂടുതൽ നിങ്ങളിലുണ്ടെന്ന് ആ യഹൂദി നസ്രാനികളുടെ പാരമ്പര്യം മുസ്ലിയാരെ നിങ്ങളുടെ കക്ഷിയിൽ ഉണ്ടെന്ന് ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ ഖുർആൻ പരിഭാഷ ഇറക്കിയതിന്റെ പേരിൽ KV മുഹമ്മദ് മുസ്ലിയാര് കാഫിറും മുർത്തദ്ദുമാണെന്ന് സമസ്തയുടെ സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് തെളിവ് സഹിതം നമ്മൾ ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു. എന്തേ വായ തുറക്കാത്തത് പേരോടെ പറയണം. നിങ്ങൾ അതിന്റെ മറുപടി പറയണം. നിങ്ങൾ കാഫിറാക്കിയതിനു മുമ്പ് ഉണ്ടെങ്കിൽ മൗലവി KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറാണ്. ഈ ഞാനോ പോകട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരോ എഴുതിയതോ പ്രസംഗിച്ചതോ ഒരു രേഖ ഈ ചേറ്റുകെട്ടിയിൽ വന്ന് പ്രസംഗിച്ച സെലഫിയെ കൊണ്ടുവന്ന മുജാഹിദുകൾ മൗലവിമാര് ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. നിങ്ങൾ മനുഷ്യന്മാരാണ് കൊണ്ടുവരണം. മനുഷ്യന്മാരാ പറയുന്നത് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ശ്രദ്ധിച്ചോ നിങ്ങൾ എന്താ വിചാരിച്ച്? അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു കാഫിറായ ആള് പറയുന്ന സർവ്വ വർത്തമാനങ്ങളും ഈ അബൂബക്കർ മുസ്ലിയാര് അതാ KV പറഞ്ഞതായി KVയെ പറ്റി നിങ്ങളുടെ സുന്നി വോയിസിൽ എഴുതിയിരിക്കുന്നു. ഹെഡിങ് തന്നെ അള്ളാഹു വിവരമില്ലാത്തവനോ. നിങ്ങൾ KV മുഹമ്മദ് മുസ്ലിയാരെ കാഫിറാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഇതാ തെളിയിക്കാൻ പോവുകയാണ്. ആൺകുട്ടികളായിട്ടാ തെളിയിക്കുന്നത്, മനുഷ്യന്മാരായിട്ടാ തെളിയിക്കുന്നത്. ഇത് കൃത്യമായി നിങ്ങളെ കൽപ്പിക്കുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾ കാഫിറാക്കിയോ ഇല്ലേ? അതോ ഇത് പാടത്ത് കൃഷിക്കോണ പരിപാടിയാ പറയുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് പഠിച്ചോ, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. പേരോട് എന്തൊക്കെയാണ് KVയുടെ പേരിൽ അബൂബക്കർ മുസ്ലിയാർ എഴുതിയത് കേട്ടോളൂ. ഇസ്ലാമിക വിശ്വാസങ്ങളെ തട്ടിത്തകർത്തു തരിപ്പണമാക്കാൻ പര്യാപ്തമായ നിലയിലാണ് മലയാള ഖുർആൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. KVയുടെ ഖുർആൻ പരിഭാഷയെ പറ്റി പറയുന്നു. നിങ്ങൾ കേട്ടോ. നിങ്ങൾ കേട്ടോ, മലയാളം ഖുർആൻ എന്ന് പറയുന്നത് ഇനി ആരെ പറ്റിയാണ്, എന്തിനെ പറ്റിയാണ്? ശരിക്ക് ശ്രദ്ധിച്ചോ എന്റെ മുസ്ലിമീങ്ങളെ. ക്രിസ്ത്യാനികളാദി അമുസ്ലിങ്ങൾ കൊണ്ട് നടക്കുന്ന വേദപുസ്തകങ്ങളും മലയാള ഖുർആനും തമ്മിൽ വ്യത്യാസമില്ല. KV മുഹമ്മദ് മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷയില്ലേ, ആ ഖുർആൻ പരിഭാഷയെ സംബന്ധിച്ച് സമസ്തയുടെ ജനറൽ സെക്രട്ടറി അന്ന് എഴുതിയതാണ് ഞാൻ വായിക്കുന്നത്. പഠിച്ചു വെച്ചോ. എന്താ എഴുതുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് വളരെ മോശമായിട്ടാണ് നിങ്ങളുടെ പരിഭാഷയിലുള്ളതെന്നാണ് പറയുന്നത്. അതിന്റെ തുടക്കത്തിലാണ് എഴുതുന്നത്, ക്രിസ്ത്യാനികളാദി അമുസ്ലിങ്ങൾ കൊണ്ട് നടക്കുന്ന വേദപുസ്തകങ്ങളും മലയാള ഖുർആനും തമ്മിൽ വ്യത്യാസമില്ല. അഥവാ ഇന്ന് ക്രിസ്ത്യാനികൾ കൊണ്ട് നടക്കുന്ന ബൈബിളിലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് ഡേവിഡിന്റെ സങ്കീർത്തനം എന്നൊക്കെ പറയുന്ന അവരുടെ വേദപുസ്തകങ്ങളില്ലേ, മുസ്ലിമീങ്ങൾ ഒരു വിലയും കൽപ്പിക്കാത്ത അഥവാ അള്ളാഹ് ഇറക്കിയ കിതാബാണ് എന്ന ഒരു വിലയും നമ്മൾ അതിന് കൽപ്പിക്കുന്നില്ല. കാരണം അള്ളാഹ് ഇറക്കിയ
ഇറക്കിയ രൂപത്തിൽ ക്രിസ്ത്യാനികളുടെ കയ്യിലോ അവരുടെ അനുയായികളുടെ കയ്യിലോ ആ വേദപുസ്തകങ്ങളില്ലാത്തത് കൊണ്ട് നാം അത് തള്ളിക്കളയുന്നു. അതേ സ്ഥാനത്താണ് കെവിയുടെ ഖുർആൻ പരിഭാഷ, കെവിയുടെ ഖുർആൻ മലയാള ഖുർആനും അതേ സ്ഥാനത്ത് തന്നെ. രണ്ടും ഒന്നാണ് എന്ന ആശയത്തിലല്ലേ ഈ കെ അബൂബക്കർ മുസ്ലിയാർ ആ കാലഘട്ടത്തിൽ സുന്നി വോയിസിൽ എഴുതി വിട്ടിട്ടുള്ളത്. പേരോട് പറയണം ഇത് കാഫിറാക്കലാണോ അല്ലേ? ഈ കെ വി മുഹമ്മദ് മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷയും ഇന്ന് ക്രിസ്ത്യാനികളുടെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ബൈബിളും ഒരുപോലെയാണ് എന്ന ആശയത്തിൽ ഇയാൾ എഴുതിയിട്ടില്ലേ? പക്ഷേ എത്ര നിങ്ങളോട് വായിച്ചു, നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ധാരാളമായിട്ട് തെളിവ് വായിച്ചിട്ട് അവസാനം ഈ ഉള്ളവൻ പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താ കേട്ടോളൂ, ഒരൊറ്റ വാക്കെന്ന് നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഈ വായിച്ചതൊക്കെ നിഷേധിക്കണം പേരോട്, എന്നിട്ട് പറയണം കാഫിറാക്കിയിട്ടുണ്ടോ ഇല്ലേ. കണ്ടോ, ഞാൻ ഈ വായിച്ചതൊക്കെ നിഷേധിക്കണം, നിങ്ങൾ പറയണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ മിണ്ടുന്നില്ല. മാത്രമല്ല ഈ കെ അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് CM മടവൂര് പറഞ്ഞ വാചകം, നിങ്ങളുടെ ഉള്ളാള് തങ്ങള് അപ്പുറത്തുള്ള ഉസ്താദല്ലേ എന്ന് പറഞ്ഞപ്പോ കഫറാ കഫറാ എന്ന് പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് വിശദീകരണം കൃത്യമായി തന്നെ നിങ്ങൾക്ക് പറയണം മറുപടി. നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഈ കെ തന്നെയും കാഫിറാക്കിയിട്ടില്ലേ? ഉള്ളാളത്തങ്ങൾ പറഞ്ഞില്ലേ? ഉള്ളാളത്തെ തങ്ങൾ പരസ്യമായി സ്റ്റേജ് എന്ന് പറഞ്ഞില്ലേ? കഫറാ കഫറാ എന്ന് പറഞ്ഞില്ലേ? അത് ശബ്ദമായിട്ട് നമ്മളിവിടെ പറഞ്ഞിരുന്നു. പേരോട് മിണ്ടിയോ? ഈ കെ ഭാഗത്തിന്റെ ആളുകൾ തന്നെ ഒരു ഡോക്യുമെന്ററി ഇറക്കി. നിങ്ങൾ ആ ഭാഗം ഒന്ന് കാണുക, എന്നിട്ട് ചിന്തിക്കുക ഉള്ളാള് കാഫറാക്കിയോ ഇല്ലേ, ഈ കെയെ പറ്റി എന്താ കാഫറാക്കിയത്, അതെന്താണ് പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുക. ബാക്കി ഞാൻ പിന്നീട് വിശദീകരിക്കും. താങ്കൾക്കുള്ള അനുയായികൾ മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്നും പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ശൈഖുനാ ശംസുൽ ഉലമായ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഹക്കിന്റെ മേൽ നദി ഉറച്ചു. അപ്പാണ് നമ്മൾ ഉസ്താദല്ലേ, ഈ ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താൻ ഹക്ക്, നീ ഹക്കിന്റെ മേൽ നദി ഉറച്ചു പോകണം. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ 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 മുസ്ലിം ലോകം ഞെട്ടിത്തരിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അടങ്ങൊക്കെ പരത്തിയിട്ട് ഉള്ളാർക്കം ഞാൻ ഞാൻ ഒഴുകിപ്പോകുന്ന വിചാരിച്ചല്ലാരും പ്രസിഡന്റിനോ ഒക്കെ വല്ല പത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞതൊക്കെ എവിടെ പോയി? എവിടെ? അതിന്റെ ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. ഒരു മിനിറ്റ് കേട്ടോ, ഇത് ഉള്ളാള് പറഞ്ഞതിന് ഉപഹാരമായിട്ട് ആരനെ ഈക്കനെ കാഫറാക്കിയതിന് ഉപഹാരമായിട്ട് കാന്തപുരം എന്ത് ചെയ്യാണ്? പൊന്നാട തട്ടൊക്കെ അണിയിക്കാനെന്നാണ് ഈ കെക്കാർ ഇറക്കിയ, നിങ്ങൾ പറഞ്ഞ ഈ കെ വിഭാഗം ഇറക്കിയ ഡോക്യുമെന്ററിയാ കേൾപ്പിക്കുന്നത്, ഇതായത് ഇറക്കിയതല്ല. കേട്ടോളി, തുടർന്ന് കേൾക്കും. അതിന്റെ ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്ക് ആയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്വന്തത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കുണ്ടല്ല, അത് ഉള്ളവർ തന്നെ ഹക്കുണ്ടല്ല. ശംസുൽ ഉലമയോ പിഴച്ചുപോയി വഖദ് കഫറ, പിഴച്ചുപോയി അല്ല എന്ന് പറയുകയും അതിനോട് മാസൂപ്പായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ് കൊന്നു തങ്ങളെ? മാത്രമല്ല അദ്ദേഹം ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞ് ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ് കൊന്നുകള്? ഹക്കിന്റെ എതിരിൽ പറയുമ്പോൾ
മാത്രമല്ല നിങ്ങൾ മുജാഹിദുകളെയും നിങ്ങൾ കാഫിറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ റിസാല പത്രത്തിൽ എന്താണ് എഴുതിയത്? കാഫിറിന്റെ ലിസ്റ്റിലാണ് മുജാഹിദ്. ശ്രദ്ധിച്ചോളണം, കാഫിറിന്റെ ലിസ്റ്റിലാണ് മുജാഹിദ് പെടുക എന്ന് നിങ്ങളുടെ റിസാല. തീർന്നുവോ? വഹാബി മൗദൂദി അറുത്തത് തിന്നരുത്, സലാം പറയരുത്. അവർ ഒറിജിനൽ അഥവാ അസ്ലി കാഫിറുകളെക്കാൾ കടുത്ത കാഫിറോണ്. നിങ്ങൾ വലിയ ഔലിയപ്പാപ്പയായി പറഞ്ഞിട്ടുള്ള കോട്ടിക്കുളം ഖാദിരിയല്ലേ ഇത് പറഞ്ഞത്? മാത്രമല്ല നിങ്ങളുടെ തൗഹീദും ശിർക്കും എന്ന പുസ്തകത്തിൽ ഒറിജിനൽ മുശ്രിക്കുകൾ ഇവരാണെന്ന്, ഒറിജിനൽ മുശ്രിക്കുകൾ മുജാഹിദുകളാണെന്ന അർത്ഥത്തിൽ നിങ്ങൾ എഴുതിയത് ഇവിടെ വായിച്ചിട്ടുണ്ട്. പറയണം, മറുപടി പറയാതെ രക്ഷപ്പെടാൻ നോക്കണ്ട. മാത്രമല്ല നിങ്ങളെന്താ മുജാഹിദുകളെ കുറിച്ച് എഴുതിയത്? അവർ ശാശ്വത നരകത്തിലാണെന്ന് വിശ്വസിക്കാത്തവന്റെ വിശ്വാസം ശരിയാകൂല. മുജാഹിദുകള് ശാശ്വതമായി കാലാകാലം നരകത്തിലാണ് എന്ന് വിശ്വസിക്കാത്തവന്റെ വിശ്വാസം ശരിയാവൂല എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. വായിച്ച് കേൾപ്പിച്ചതല്ലേ? CD ഇറങ്ങുമ്പോ ഇനിയും നിങ്ങൾക്കതൊക്കെ കേൾക്കാമല്ലോ. മുജാഹിദുകളെയും കാഫിറാക്കിയിട്ടുണ്ട് എന്ന് റിസാല വായിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചിട്ടുണ്ട്. ഇവര് മുജാഹിദുകളെയും കാഫിറാക്കിയിട്ടില്ലേ? സ്വന്തം മണികളെ മാത്രമല്ല, ഇവര് ആരെയും കാഫിറാക്കാത്ത ആൾക്കാരാണ് അവർ പറയാറ്. ഒരു മുസ്ലിമിനെയും കാഫിറാക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ തത്വമാണ്. ഒരു മുസ്ലിമിനെയും കാഫിറാക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ തത്വമാണ്. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, ഇവര് മുജാഹിദുകളെ കാഫിറാക്കിയത് കേൾക്കണോ? ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ, ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ ആരെയൊക്കെയാ കാഫിറാക്കിയതെന്ന് കേട്ടോളൂ. മുജാഹിദ് ജമാഅത്തുകാരും അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേ ഇന്ത്യയിൽ സ്ഥാപിച്ച് പ്രചരിപ്പിച്ചു വരുന്ന തബ്ലീഗ് ജമാഅത്തുകാരുമെല്ലാം കാഫിറിന്റെ ലിസ്റ്റിലായി പല പണ്ഡിതന്മാരും വിശിഷ്യ വടക്കേ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമയെ പോലുള്ള സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കണ്ടോ? അപ്പൊ മുജാഹിദ് കാഫിറിന്റെ ലിസ്റ്റിലാണ്. ആരാ കാഫിറാക്കിയത്? നിങ്ങളുടെ പത്രത്തിലാണ്, നിങ്ങളുടെ റിസാലയിലാണ് വന്നത്. കാഫിറാക്കിയിട്ടില്ലാന്നോ? ഇനി മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയൊരു ഔലിയ എഴുതിയതെന്താ? മുജാഹിദിനെ കുറിച്ച് ഇവരുടെ ഒരു വലിയെന്ന് പറയുന്ന മഹാപണ്ഡിതൻ എന്ന് പറയുന്ന ആളെ എഴുതിയത് കേട്ടോളൂ. വഹാബികളും മൗദൂദികളും, നിങ്ങൾ കേട്ടോ, വഹാബികളും മൗദൂദികളും ഖാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. എങ്ങനെ? വഹാബികളും മൗദൂദികളും ഖാദിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. കോട്ടിക്കുളം ഖാദിരി എഴുതാണ്, കോട്ടിക്കുളം ഖാദിരിയാണ് എഴുതുന്നത്. എന്ത്? തിന്നാൻ പാടില്ല. ഇനിയും കേട്ടോ, മാത്രമല്ല അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. ഇനിയും കേട്ടോ, നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളവരെയും കാഫിറാക്കാറില്ല, ഞങ്ങളാരെയും അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായി നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. എന്താണ് ഇനി പറയാൻ പോകുന്ന വാചകം കേട്ടോ? വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താണ് ചിന്തിക്കേണ്ടത്? വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്ന്. അതാ ആരാണ് എഴുതുന്നത്? കോട്ടിക്കുളം ഖാദിരിയാണ് എഴുതുന്നത്. ആരാ കോട്ടിക്കുളം ഖാദിരി? നിങ്ങളുടെ ആരുമല്ലാത്തയാളാണോ? ഏതോ രാഷ്ട്രീയക്കാരനാണോ? പറഞ്ഞു തരാം. കോട്ടിക്കുളം ഖാദിരിയുടെ മദ്ഹ് നിങ്ങൾ എഴുതിയത് കേൾക്കണ്ടേ? കോട്ടിക്കുളം ഖാദിരി പണ്ഡിത ലോകത്തെ വിസ്മയം. നിങ്ങൾ റിസാലയിൽ കൊടുത്ത മദ്ഹാണ്. മൂപ്പരൊരു മൗലൂദ് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൗഹീദും ശിർക്കും എന്ന പുസ്തകം വായിച്ചിട്ട് തെളിയിച്ചിട്ടുണ്ട്. മുജാഹിദുകൾ അസ്ലി കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളാണെന്ന് നിങ്ങളുടെ വലിയെന്ന് നിങ്ങൾ പറയാറുള്ള കോട്ടിക്കുളത്തുകാരൻ ഖാദിരി എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയത് കേൾപ്പിച്ചിട്ടുണ്ട്. ഒറിജിനൽ മുശ്രിക്കുകൾ ഇവരാണെന്ന് മുജാഹിദുകളെ കുറിച്ച് നിങ്ങൾ എഴുതിയത് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് കേൾപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല മുജാഹിദുകൾ ശാശ്വതമായി നരകത്തിലെന്ന് വിശ്വസിക്കാത്തവന്റെ വിശ്വാസം ശരിയാവൂല എന്ന രൂപത്തിൽ നിങ്ങളുടെ ഒരു സോവനീറിൽ നിങ്ങൾ എഴുതിവിട്ടത് ഇവിടെ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്തേ മുസ്ലിയാരെ തൊട്ടിട്ട്
തൊട്ടിട്ടില്ലല്ലോ നിങ്ങൾ, തൊടണം നിങ്ങൾ, മറുപടി പറഞ്ഞേ പറ്റൂ. നിങ്ങൾ ഓരോന്നോരോന്ന് വായിച്ച് നിങ്ങൾ മറുപടി പറയണം, മറുപടി പറഞ്ഞേ പറ്റോ. തൊടാൻ ധൈര്യപ്പെടുന്നില്ല അല്ലേ, പെട്ടുപോയി അല്ലേ. ഇനി ജൂതനസാറാക്കളുടെ മറ്റൊരു പാരമ്പര്യവും കൂടി പറയട്ടെ. നിങ്ങൾക്കെല്ലാം ഫിറ്റാണ്. ജൂതനസാറാക്കളുടെ പാരമ്പര്യം ഞങ്ങൾ യഹൂദി മതത്തിലാണ് കേട്ടോ, നിങ്ങൾ ഇസ്ലാം മതത്തിലല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഓ മുസ്ലിയാരെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഓരോ സ്വഭാവവും അതിലേക്ക് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ജൂതനസാറാക്കളുടെ ഒരു പാരമ്പര്യം എന്താണ്? അവർക്കിന്നും ഒരു തന്ത്രമുണ്ട്. എന്താണ്? പെണ്ണിന്റെ നഗ്നത വിറ്റ് കാശുണ്ടാക്കുക. പെണ്ണിന്റെ നഗ്നമായ ശരീരം, പെണ്ണിന്റെ ഉടലും ഭംഗിയും പെണ്ണിന്റെ സൗന്ദര്യവും ഒക്കെ പ്രകടിപ്പിച്ചിട്ട് കാശുണ്ടാക്കുന്ന പരിപാടിയുണ്ട് ജൂതനസാറാക്കൾക്ക്. അവരാണതിവിടെ തുടങ്ങിവെച്ചത്, അവരാണതിന്റെ പ്രചാരകർ, അവരാണതിന്റെ എല്ലാ രൂപത്തിലുമുള്ള സഹായികൾ. വേൾഡ് തലത്തിൽ തന്നെ അതിന് കരുക്കൾ നീക്കുന്ന ആ ജൂതനസറാണികളുടെ ആ പ്രവർത്തനത്തിന്റെ ആളുകളും നിങ്ങളായി പോയില്ലേ. സുന്നത്ത് ജമാഅത്തിന്റെ പത്രം എന്ന് നിങ്ങൾ മേനി പറയുന്ന, ഒരു രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഇതിൽ വരുന്നില്ലെന്ന് പറയുന്ന, സാക്ഷാൽ വെളിച്ചത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെ കൈനടത്തുന്നു എന്ന് പറയുന്ന സിറാജ് പത്രത്തിൽ നിങ്ങൾ പെണ്ണിന്റെ പരസ്യം അതാ ഹറാമായ നിലക്ക് പെണ്ണിനെ നോക്കി രസിപ്പിച്ചുകൊണ്ട് അത് കാണുന്ന മുസ്ലിമീങ്ങളെ കൊണ്ട്, അതല്ല സർവ മനുഷ്യരെ കൊണ്ടും അവരുടെ കണ്ണുകളെ കൊണ്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയില്ലേ. അൽ ഐനാനി സിനാഹു മൻ നദറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അതാ വായിക്കുന്ന വായനക്കാരെ കൊണ്ട് കണ്ണുകളെ കൊണ്ട് വ്യഭിചരിപ്പിച്ച് ദർശന സുഖത്തിലൂടെ അവരിൽ നിന്ന് പണം വാങ്ങിയിട്ട് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചിട്ട് ഈ സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യന്മാരെ ദുർമാർഗത്തിലേക്ക് അധാർമികതയിലേക്ക് നയിക്കുന്ന ജൂതനസറാണി പാരമ്പര്യം നിങ്ങളിലില്ലേ. അതാ ഒന്ന് കണ്ടോളൂ, ഞാനിവിടെ എത്രയോ കാലമായി കാണിക്കുന്നു. നിങ്ങൾ സിറാജ് പത്രത്തിലതാ എത്രയോ തെമ്മാടിത്തങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. അതൊക്കെ കൃത്യമായി ഓരോ തവണ നമ്മൾ കാണിക്കുന്നു. ഒരു കൊല്ലം അതിനെ സംബന്ധിച്ച് പ്രസംഗത്തിലൊന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു വന്ന് സിറാജിന്റെ ഓഫീസിലിരിക്കുന്നത് ഞാനോ കാന്തപുരം ഉസ്താദൊന്നുമല്ല, വല്ലതും പറ്റിപ്പോയെങ്കിൽ അല്ലാഹു പുറത്തു തരട്ടെ. അങ്ങനെ നിങ്ങൾ തൗബ ചെയ്തപ്പോ നമ്മൾ വിചാരിച്ചു ശരിയായ തൗബയായിരിക്കും, ഇനി ഉണ്ടാവില്ലെന്നാ വിചാരിച്ചത്. സിറാജ് പത്രത്തിന്റെ ഓഫീസിലോ പത്രത്തിലോ ഇരിക്കുന്ന എല്ലാവരും അമ്പിയാക്കളല്ല. ഞങ്ങളെ വ്യക്തി ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെടാത്തതോ അറിയാത്തതോ ഉണ്ടെങ്കിൽ അള്ളാഹു മാപ്പ് നൽകട്ടെ. അല്ലാഹുവേ, തടീച്ചക്ക് വഴിപ്പെടാതെ നിനക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. ഇബ്ലീസിന്റെ ശർറിൽ ഞങ്ങളെ പെടുത്തരുതേ റഹ്മാനെ. കണ്ടോ, ഇപ്പൊ സിറാജിൽ വന്നതിനുള്ള തൗബയാണ്. സിറാജിൽ വന്നീന് എന്താ പറയുന്നത്? സിറാജ് പത്രത്തിലിരിക്കുന്ന എല്ലാവരും അമ്പിയാക്കളല്ല, അപ്പൊ കുറച്ച് അമ്പിയാക്കളുണ്ട്. ഇപ്പൊ വർത്താനാ എപ്പോഴും പറയല്ലേ, ഞാനാണോ അവിടെ ഇരിക്കുന്നത്, കാന്തപുരം ഉസ്താദാണോ ഇരിക്കുന്നത്, നിങ്ങൾ ഇരുന്നിട്ടാ ബാക്കിയൊക്കെ വരുന്നത്, നിങ്ങൾ ഇരുന്നിട്ടാണ് ബാക്കിയൊക്കെ വരുന്നത്. ഇത് പറയുമ്പോ എന്താ ആ ഒരു മറുപടി? പക്ഷേ പിന്നെയും നിങ്ങൾ ഈ സമുദായത്തിലേക്ക് ഈ തോന്നിവാസം ഇറക്കി വിട്ടു. കഴിഞ്ഞ പ്രസംഗത്തിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഷാർജയിൽ നിന്ന് വരുന്നതിൽ നിങ്ങൾക്ക് വലിയ വിഷമമുണ്ടല്ലേ, ടിക്കറ്റും എടുത്തിട്ട് ഇങ്ങ് വന്നു പോയാ പോരാന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്. ഇങ്ങനെ വന്നാ മതി. ആ ഭാഗം ഒന്ന് കേൾപ്പിച്ച ഷാർജയിൽ നിന്ന് ഇങ്ങനെ വന്നാ മതിയോ ഒന്ന് കേട്ടോട്ടെ. ആൾക്കെ ഷാർജയിൽ ടിക്കറ്റ് എടുത്തേക്ക് വന്നാ പോരാ, ഷാർജയിൽ ടിക്കറ്റ് എടുത്തേക്ക് വന്നാ പോരാ, പോരെ ടിക്കറ്റ് എടുത്തിട്ട് വന്നാ പോരാ, വല്ലതും കൊണ്ടുവന്നെന്ന് ഇത് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. എന്നാൽ ചോദിക്കട്ടെ, അവിടെയുള്ള നിങ്ങൾ പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ ആ രൂപത്തിലുള്ള അശ്ലീല ഫോട്ടോകൾ കഴിഞ്ഞ പ്രസംഗത്തിലും അതാ എടുത്ത് കാണിച്ചപ്പോ കാണിക്കുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ നിങ്ങൾ നിഷേധിക്കുമോ? അതുകൊണ്ട് ചിലർ പെട്ടെന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നു, പെട്ടെന്ന് നിങ്ങളെ കാണിക്കുന്നു. പെട്ടെന്ന് പോട്ടെ കേട്ടോ, പരസ്യങ്ങളാണ് ഇതൊക്കെ. ഇത് പറഞ്ഞതിന് ശേഷം ഇവരുടെ സിറാജിൽ വന്നതാണ്. പണ്ടൊരാളുടെ ഫോട്ടോ പെട്ടുപോയതിൽ നിർവ്യാജം ഖേദിച്ചുകൊണ്ട് വിശേഷാൽ പ്രതിയെപ്പറ്റി അൽബയാനിൽ കൊടുത്ത ആളുകളുടെ അത് റമദാനാ,
റമദാൻ ആഘോഷിക്കൂ എന്ന ഹെഡിങ്ങിലാണ് ആയിരുത്തം. കേട്ടോ, റമദാൻ സ്പെഷ്യൽ, വ്രതശുദ്ധിയുടെ റമദാൻ ദിനങ്ങൾ ആഘോഷിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ചിത്രമാണ്. ആഘോഷിക്കേണ്ട കോലമാണ് റമദാനിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എവിടെ എത്തിപ്പോയി ആലോചിച്ചു നോക്കൂ. അതാ ധാരാളമായി സിറാജാണ്, അങ്ങാടിയിലെ ഏതെങ്കിലും ചായക്കടയുടെ ചുമരിന്മേലുള്ള പോസ്റ്ററല്ല, സിറാജ് പത്രമാണ്. എന്താണ് സിറാജ് പത്രത്തിന്റെ പ്രത്യേകത? സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയാണ്, സത്യത്തിന്റെ ആധികാരിക ശബ്ദമാണ്, ആദർശ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമാണ്, സത്യത്തെ മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനമാണ് ഇതിന്റെ ചാലകശക്തി. ജീർണതയ്ക്കെതിരെ പോരാടുന്ന പടയോട്ടം നടത്തുന്ന സത്യസന്ധമായ പത്രമാണ്. ഇതിൽ വരുന്നത് മുഴുവനും സാത്വികരായ പണ്ഡിതന്മാരുടെ ചിന്തകളാണ്. തൂവെന്മയാർന്ന ആത്മീയ വെളിച്ചമാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. വഴി തെറ്റില്ല. മാത്രമല്ല, പേരോട് മുസ്ലിയാർ പറഞ്ഞു, സുന്നി വചന സംഘവും സിറാജും പരസ്പര പൂരകങ്ങളാണ്. ഇതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കൽ ദീനി പ്രവർത്തനം തന്നെ. അതാ കുറെ ചിത്രങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ കാണുന്നത് എന്താണ്? ഇപ്പൊ കാണുന്നത് അതാ ഈദ് സ്പെഷ്യൽ സിനിമകൾ. കാണിക്കാതിരുന്ന് ഞങ്ങൾ വിശ്വസിക്കൂല. ഈദ് സ്പെഷ്യൽ സിനിമകൾ. സിറാജുകാരാ, ദീനിന്റെ പേരിൽ നിങ്ങൾ ഈ പണി ഇനി നടത്തിപ്പോകരുത്. ഇത് നിങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ. ഈദിന് സ്പെഷ്യൽ മുസ്ലിമീങ്ങൾക്ക് തക്ബീറാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളല്ല. ഈദിന്റെ സ്പെഷ്യലിൽ മുസ്ലിമീങ്ങൾക്കുള്ളത് പ്രത്യേക നിസ്കാരമാണ്, തക്ബീറാണ്, അതുപോലെ തന്നെയുള്ള ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. പക്ഷേ അതാ ആ വന്നതിൽ പരസ്യം മലയാള സിനിമയിലെ മെഗാസ്റ്റാർ, പ്രശസ്ത താരങ്ങൾ, സംഗീത പ്രതിഭകൾ വേദിയിലെത്തുന്നു. താഴെ കൊടുത്ത 11 വിഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവ നാമനിർദ്ദേശം ചെയ്യുക. മികച്ച ഗാനം, ഏറ്റവും ആവശ്യപ്പെട്ട ഹിറ്റ് ഗാനം, മികച്ച ഗായകൻ, ഗായിക, മികച്ച ജോഡി, മികച്ച ഗാനരചയിതാവ്, മികച്ച നവാഗത ഗായിക, മികച്ച നവാഗത ഗായകൻ, മികച്ച സംഗീത സംവിധായകൻ. കണ്ടോ, നിങ്ങളുടെ പത്രത്തിലെ ആവശ്യങ്ങളാണ്. ഈദിന് സ്പെഷ്യൽ സിനിമ. ഞാൻ ഓരോന്നും വായിക്കുന്നില്ല. കണ്ടോ, ഇത് നിങ്ങൾ ഓർക്കണം. പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ച് പരിശുദ്ധ റമദാൻ വിശേഷാൽ പതിപ്പ് സിറാജാണ്. ഇതിലും നിങ്ങൾ കൊടുത്തു. പരിശുദ്ധ റമദാനിൽ പോലും നിങ്ങൾ ഇറക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് ഈ കാണിച്ചത്. എത്രയാണ്? ധാരാളം. ഇനിയും ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്കാണ്. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് പ്രയാസമല്ല, കാരണം അടുത്ത പ്രസംഗത്തിൽ വന്നിട്ട് തൗബ ചെയ്താൽ മതി. പക്ഷേ ഇത് കാണുന്ന ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ ചിന്താരൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ ഇനിയും നിങ്ങൾക്ക് പറ്റിക്കാനാവില്ല. മാത്രമല്ല, ഈ ബഹുമാനം പെട്ടുപോയ ഈ പത്രത്തിന്റെ ഇതിന്റെ കോപ്പി ശൈഖുനെ ഇങ്ങനെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിട്ട് അതാ പ്രകാശനം ചെയ്യുന്നുണ്ട്. ചില മാന്യന്മാരൊക്കെ അതിന് വരി ചേർന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ഈ തെളിമയാർന്ന സാധനം സ്വീകരിച്ചിട്ട് കൈ മുത്തുന്നുമുണ്ട്. കേട്ടോളൂ നിങ്ങളാ, കണ്ടോളൂ നിങ്ങളാ ഭാഗം. 1284 ഉറുപ്പികയാണ് ഒരു കൊല്ലത്തെ സിറാജിന് കാശ്. അത് നമ്മുടെ ഈ സമ്മേളനം പ്രമാണിച്ച് ഒരു കൊല്ലത്തേക്ക് 1000 ഉറുപ്പികയായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു കൊല്ലത്തേക്ക് 10 കൊല്ലത്തേക്ക്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്ത് നേരത്തെ കണ്ടതൊക്കെ സ്വീകരിച്ചതാ. തക്ബീർ അല്ലി പാസാക്കുക. ഈ ഫോട്ടോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം. കിട്ടിയോ? ഓരോരുത്തർക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ഉപരി പറയുന്നുണ്ട്, ഫോട്ടോ എടുക്ക്. എല്ലാവരും ഒരു കോപ്പി ഇൻഷാ അല്ലാഹ് എടുക്കണം. അതൊരു കൊല്ലത്തേക്ക് ആയാലും മതി. 1 കൊല്ലം 2 കൊല്ലം 5 കൊല്ലം ഒക്കെ എടുക്കാം. നമ്മളെ ഒരു കൊല്ലത്തിൽ 1000 ഉറുപ്പിക എഴുതാം. ഈ സമ്മേളന നമ്മളെ സെക്രട്ടറി മുഹമ്മദ് റസൂൽ ചേരുന്നവരൊക്കെ പറഞ്ഞാൽ മദ്രാസിലാണ്. ഒരു കൊല്ലം. മഹമ്മൂദ് ഹാജി ഒരു കൊല്ലം. പേപ്പറിന്റെ കെട്ടിട്ടുണ്ട്. നല്ല ഫോട്ടോ എടുത്ത് സർവ്വ എടുത്ത് നമ്മളെ കടമേരിയല്ല, ഏറാമല ഫോട്ടോ എടുത്ത് ഓരോന്നും എല്ലാം. ആ പത്രത്തിന്റെ കെട്ടോടെ 10 വർഷത്തേക്ക് മൻസൂർ ഹാജി. അൽഹംദുലില്ലാഹ്. CSO ചെയർമാൻ 10 കൊല്ലം, വൈസ് ചെയർമാൻ 10 കൊല്ലം.
സിദ്ദീഖ് എടുക്കണ പേപ്പർ എടുക്ക, ഇനി എടുക്ക്. ഫോട്ടോ എടുത്തോ? മറിയല്ല എടുക്ക്. മടിക്കൽ. ഓരോന്നും ഫോട്ടോ എടുക്കണം. സിറാജ് ഫോട്ടോ വരില്ല. ഓരോന്നും എടുക്കണ്ട. ഫോട്ടോ എടുക്ക്. അത് പിന്നെ അഷ്റഫ് ഹാജി 5 കൊല്ലം. ഉറപ്പാക്കി 5 കൊല്ലം. 5 കൊല്ലം. കുഞ്ഞുമോൻ എടുക്കാം. ഒരു വർഷം. നമ്മളെ ദിക്ർ ഹൽക്കൊക്കെ എല്ലാ മാസവും ഇക്ബാൽ ഹാജി CSO പ്രസിഡന്റ് 3 കൊല്ലം. 5 കൊല്ലം. 5 കൊല്ലം. അത് 5 കൊല്ലം. മൂപ്പര് 1 കൊല്ലം. 1 കൊല്ലം. മറ്റേ 1 കൊല്ലം മതി. 1 കൊല്ലം. സ്വീകരിച്ച് കയ്യുമത്തി കണ്ടോ ഈ തോന്നിവാസം, ഈ അശ്ലീല ചിത്രങ്ങൾ ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് വിറ്റ് നടന്ന് കാശാക്കുന്ന മുസ്ലിയാക്കന്മാരെ, നിങ്ങളുടെ പള്ളികളിൽ നിങ്ങൾ ഇത് കൊണ്ടുപോയി ഇടാറില്ലേ? നിങ്ങൾ ഇത് കക്ഷത്തിരുത്തി നടക്കാറില്ലേ? നിങ്ങൾ ഈ സമുദായത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇപ്പൊ കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങൾക്ക് തൗബയുമില്ല, വിഷയം തന്നെ വിട്ടിരിക്കുന്നു, വിടാൻ സമ്മതിക്കൂല, പറഞ്ഞേ പറ്റോ, മറുപടി കിട്ടിയേ പറ്റൂ. ഒന്നുകിൽ നിങ്ങൾ ഈ തോന്നിവാസം നിർത്തിവെക്കണം, അതല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ് ഇനി നിങ്ങൾ പത്രപ്രവർത്തനം നടത്തരുതെന്നാണ് ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും നിർത്തിയോ? ഇപ്പോഴും തുടരുകയാണ്. ഇന്നലത്തെ സിറാജിൽ വരെ തുടരുകയാണ്. ഞാൻ കാണിക്കുന്നുണ്ട് ഓരോന്നോരോന്നായി. ഒന്നുകൂടി പെട്ടെന്ന് ഇവരുടെ തോന്നിവാസം കണ്ടോളൂ. മറുപടി ഉണ്ടെങ്കിൽ പറയണേ. കള്ളത്തൗബ ഇനി സ്വീകാര്യമല്ല. കാരണം തൗബ പറഞ്ഞിട്ടും പിന്നെയും നിങ്ങളാക്കുകയാണ്. അതുകൊണ്ടെന്ന് പറയണം കൃത്യമായി മുസ്ലിമീങ്ങളോട്. കണ്ടോളൂ ഓരോന്ന് വരുന്നത് കണ്ടോ? പെട്ടെന്ന് കണ്ടോളൂ. അപ്പുറത്തൊരു പെണ്ണ്, ഇപ്പുറത്ത് പേരുടെ സർവ്വ മുസ്ലിയാക്കന്മാരും. ഒരു മഞ്ഞ തലീക്കത്ത് കെട്ടിയ ഒരു ഹോജ, ഏതോ ഒരു കാതിരി, ഒരു തരീക്കത്തുകാരനും അപ്പുറമാണ്. ഇവർക്കൊരു വിഷയമില്ല. 2 ആളുകൾ കാണട്ടെ, സ്റ്റൈനിങ് കാണട്ടെ, മറ്റോളയും കാണട്ടെ. ആ നിലക്ക് കണ്ടോ. അടുത്ത ചിത്രത്തിൽ മാജിക്, പെണ്ണിനെ ഇങ്ങനെ വായുവിൽ കിടത്തിയിരിക്കുകയാണ്. ഇവര് കൊടുത്ത പരസ്യങ്ങളാണ്. ഇനിയും ശ്രദ്ധിച്ചോളൂ. അടുത്ത ചിത്രത്തിൽ അതാ ഒരു സ്ത്രീയുടെ പരസ്യം. ആ പരസ്യത്തിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ആരുടെ ഫോട്ടോയാണ്? നിങ്ങൾ ശ്രദ്ധിച്ചോ? പേരോട് മുസ്ലിയാരാണിരിക്കുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്ത് എന്താ കാരണം? പേരോട് മുസ്ലിയാർ ഇരുന്നുകൊണ്ട് അപ്പുറത്ത് തന്നെ കാന്തപുരവും ഇരിക്കുന്നുണ്ട്. എന്താണ്? ഓരോ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പേരോട് ഉസ്താദിന്റെ ഏറ്റവും പുതിയ പ്രഭാഷണ VCD എന്താ പേര്? ഇഖ്ലാസിനാണ് ഫലം. ഇഖ്ലാസോടെ കാണിക്കുന്നത് കണ്ടോളി. ഇഖ്ലാസോടുകൂടെ മൂപ്പര് കാണിക്കുകയാണ്. ഈ രൂപത്തിലുള്ള എത്ര കണ്ടോ? ഞാനോ കാന്തപുരം അവിടെ ഇരിക്കുന്നുണ്ടോ എന്നല്ലേ ചോദിച്ചത്? കാന്തപുരം ഇരിക്കുന്നത് കണ്ടില്ലേ? പേരോട് ഇരിക്കുന്നത് കണ്ടില്ലേ? എല്ലാ ഉലമാക്കളുമുണ്ട് കണ്ടോ. വലിയ നേതാക്കന്മാരുണ്ട്. ഈ രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള പത്രങ്ങളാണ്, ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ എന്താണ് അവകാശപ്പെട്ടത്? ഇപ്പോഴും നിങ്ങൾ അവകാശപ്പെടുന്നത് എന്താണ്? സിറാജ് പത്രത്തിൽ നിന്ന് ഞാൻ വായിക്കാം, ശരിക്ക് കേട്ടോളൂ. സിറാജ് ഒരുപാട് വളർന്നിട്ടുണ്ട്. എഴുതാണ് സിറാജ് ഒരുപാട് വളർന്നിട്ടുണ്ട്. പക്ഷേ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും മൂല്യങ്ങൾ കൈവിട്ടിട്ടില്ല. സിറാജ് മൂല്യങ്ങൾ കൈവിട്ടിട്ടില്ല. അപ്പൊ നേരത്തെ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് മൂല്യമാണല്ലേ? പെണ്ണിനെ കാണിക്കൽ മൂല്യമാണല്ലേ? പറയണം മറുപടി. ഉണ്ടാതെ പോകാമെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടതിന്. നിങ്ങളുടെ എല്ലാ ഹോജാക്കന്മാരും സിറാജ് പത്രത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് മുമ്പുള്ള പ്രസംഗങ്ങളിൽ കേൾപ്പിച്ചിട്ടുണ്ട്. CD ഇറങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇനിയും നിങ്ങൾക്ക് കേൾക്കാം. ശരിക്ക് പഠിച്ചു വെച്ചോ. നിങ്ങളുടെ സിറാജിന്റെ മദ്ഹുകൾ, നിങ്ങളുടെ സിറാജിന് മാത്രം അവകാശപ്പെടാനുള്ള പോരിശകൾ നിങ്ങളുടെ നേതാക്കന്മാരാ പറയുന്നത്. നിങ്ങളുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് വായിക്കുന്നത്. ആദ്യം പറയാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്? കാന്തപുരം. എന്താ കാന്തപുരം പറയുന്നത്? കേട്ടോളൂ. സിറാജ് എന്ന പേര് തന്നെ ഞാൻ ചിലത് ഇവിടെ കാണിക്കാൻ കേട്ടോ. സിറാജിലെ ചില രംഗങ്ങൾ ഞാൻ ഇവിടെ കാണിക്കും.
ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താൻ ആമുഖമായിട്ട് പറയാണ്, സിറാജിലെ ചില ഭാഗങ്ങളൊക്കെ ഞാനിവിടെ കാണിക്കും. പേരോട് കുറെ എന്നോട് പറയുന്നത് ഷാർജിന് ടിക്കറ്റ് എടുത്തിട്ട് വന്നാൽ പോരെ, ഷാർജിന് ടിക്കറ്റ് എടുത്ത് വന്നാൽ പോരെ, എന്തെങ്കിലുമൊക്കെ കൊണ്ടരണ്ടേന്നർത്ഥം. കൊടുത്തിട്ടുണ്ട്. തിരക്കൊന്നും കൂട്ടണ്ട, ഞാൻ വിളമ്പിത്തരും. ശരിക്കും നിങ്ങൾ കാണണം, ഹൃദയസ്തംഭനൊന്നും ഉണ്ടാകരുത് കേട്ടോ. അവിടെ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഈ സിറാജ് വരല്ലേ, ആ എന്ത് വന്നാലും ഞാൻ കൈനെന്ത് ഉത്തരവാദിത്താന്ന് ചോദിച്ചില്ലേ, ആ സിറാജിന്റെ പോരിശയാ കൽപ്പിക്കാൻ പോകുന്നത് ആദ്യം ഷെയ്ഖുന പറയട്ടെ. എന്താ പറയുന്നത്? സിറാജ് എന്ന പേര് തന്നെ സത്യത്തിന്റെ സമ്പൂർണ്ണ പ്രകാശനവും എന്നല്ലേ? അസത്യമായത് പ്രസിദ്ധീകരിക്കലല്ല സിറാജിന്റെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾക്ക് എഴുതിയെ കാഫിറാക്കി എന്ന് എഴുതിയത് അത് സത്യമാണോ അസത്യമാണോ നിങ്ങൾ മറുപടി പറയണം. മാത്രമല്ല ഇനി പറയുകയാണ്, സിറാജ് ദിനപത്രം തുടങ്ങുമ്പോഴുണ്ടായിരുന്ന ലക്ഷ്യത്തിൽ നിന്നും വീക്ഷണത്തിൽ നിന്നും പിറകോട്ട് പോയിട്ടില്ലെന്നതാണ് എന്റെ വിശ്വാസം. സിറാജ് തുടങ്ങുമ്പോ അതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം ഞാൻ വായിച്ചുതരാം. ആ ലക്ഷ്യത്തിൽ നിന്ന് ഇന്ന് വരെ സിറാജ് പിറകോട്ട് പോയിട്ടില്ല. അടുത്തത് വരട്ടെ കേട്ടോളിൻ. അടുത്തതെന്താ? കുവൈത്തിൽ സിറാജ് പ്രചരണം ഊർജിതപ്പെടുത്തി മുന്നേറും കേട്ടോളേ. സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയായ സിറാജ് ആരുടെ ജിഹ്വ? കമ്മ്യൂണിസ്റ്റുകാരന്റെയാണോ? കോൺഗ്രസുകാരന്റെയാണോ? ലീഗുകാരന്റെതാണോ? ബിജെപിക്കാരന്റെതാണോ? അല്ല, സുന്നത്ത് ജമാഅത്ത്. നിങ്ങൾ മാത്രം അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു സാധനല്ലേ സുന്നത്ത് ജമാഅത്ത്. നിങ്ങളും അതുമായിട്ടൊരു ബന്ധവുമില്ല എന്നത് വേറെ കാര്യം. നിങ്ങൾ അവകാശപ്പെടുന്നു ഞങ്ങൾ സുന്നത്ത് ജമാഅത്തുകാരാണെന്ന്. ആകട്ടെ, നിങ്ങൾ അവകാശപ്പെടുന്ന ഒരു സുന്നത്ത് ജമാഅത്തില്ലേ, അതും ഇസ്ലാമുമായിട്ടുള്ള സുന്നത്ത് ജമാഅത്തുമായിട്ട് ബന്ധമില്ല കേട്ടോ. എന്നാ നിങ്ങൾ അവകാശപ്പെടുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയിൽ വരുന്നത് കാണുമ്പോ ഞെട്ടിപ്പോകരുതെന്നാ പറയാനുള്ളത്. ഇനി കേട്ടോ, മൂന്നാമത്തെ മദ്ഹ് കേട്ടോ. അതാ നേതാവിന്റെ ഫോട്ടോ സഹിതം കൊടുത്തിട്ട് പറയുന്നു, പ്രിയരേ, മൂപ്പര് വിളിക്കാണ്, പ്രിയരേ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആധികാരിക ശബ്ദമായ സിറാജ് അനുദിനം മുന്നേറ്റത്തിന്റെ പാതയിലാണ്. മുന്നേറ്റം ഞാൻ കാണിച്ചു തരാ, നിങ്ങളെ മുന്നേറ്റം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എനിക്കും കേട്ടോ നിങ്ങൾ പ്രിയ സഹപ്രവർത്തകരെ. ആരൊക്കെയാണ് വിളിക്കുന്നത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് പ്രസിഡന്റ്, SYS സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രസിഡന്റ്, SJM സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി പ്രസിഡന്റ്, SSF സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രസിഡന്റ്, SMA. എല്ലാവരും കൂടി വിളിക്കുകയാണ്, പ്രിയ സഹപ്രവർത്തകരെ. ഇതെന്താ പറയുന്നത് കേട്ടോളി. ആദർശ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ സിറാജ് എന്താ വിശേഷിപ്പിച്ചത്? ആദർശ പ്രസ്ഥാനം കേട്ടോ. ഏതാ? സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ സിറാജ്. ഇനിയും തീർന്നിട്ടില്ല, അടുത്തത് ശ്രദ്ധിച്ചോ. സിറാജിനുള്ള പ്രത്യേകത എന്താണ് കേട്ടോളൂ. അതാ വായിക്കട്ടെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. 900 പത്രങ്ങളുള്ള നാട്ടിൽ സിറാജിന് എന്താണ് പ്രസക്തി എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. തീർച്ചയായും സിറാജിന് പ്രാധാന്യമുണ്ട്. എന്താ പ്രാധാന്യം കേട്ടോളൂ. സത്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് സിറാജിന്റെ ചാലക ശക്തി. അതുകൊണ്ട് തന്നെ സത്യത്തിന്റെയും നന്മയുടെയും വഴിയിൽ സിറാജിന്റെ വഴി വേറിട്ടതാണ്. പത്രമാധ്യമ രംഗത്തു നിന്നും ധാർമ്മികതയുടെ അടയാളങ്ങൾ മാഞ്ഞു പോകുന്നു എന്നാണ് പൊതുവെ ഉയരുന്ന പരാതി. ഊഹാപോഹങ്ങളും വ്യക്തിഹത്യകളും അസത്യപ്രചരണങ്ങളുമാണ് പത്രപ്രവർത്തനത്തിന്റെ മറവിൽ അരങ്ങേറുന്നതെന്ന ആക്ഷേപം പൂർണ്ണമായി നിഷേധിക്കാനാവില്ല. കുപ്രചരണങ്ങളുടെ കുത്തൊഴുക്കിൽ പലപ്പോഴും സത്യം കുഴിച്ചു മൂടപ്പെടുന്നതായാണ് കാണുന്നത്. ഈ ജീർണതകൾക്കെതിരായ പടയോട്ടമാണ് സിറാജിന്റെ ലക്ഷ്യം. വായനക്കാർക്ക് അറിയാനുള്ള കാര്യങ്ങൾ നിഷ്പക്ഷമായും സത്യസന്ധമായും, ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണല്ലേ നിങ്ങൾ പറഞ്ഞത്, നിഷ്പക്ഷമായും സത്യസന്ധമായും എത്തിക്കുക എന്ന ദൗത്യം വെല്ലുവിളിയായി സിറാജ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ സിറാജിൽ വരുന്നതിന് നിങ്ങൾക്ക് സർവ്വ ഉത്തരവാദിത്വവുമുണ്ട്.
ഇനിയും തീർന്നില്ല, കേട്ടോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ ഏതോ രാഷ്ട്രീയക്കാരെഴുതിയ പേരോട് ഈ വാചകം കുറിച്ചു വെക്കണം, മറുപടി നിങ്ങൾ പറയണം അടുത്ത പ്രസംഗത്തിൽ. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മറുപടി പറയണം. എങ്ങനെ? ഈ വാചകം നിങ്ങളൊന്ന് വായിച്ച് മറുപടി പറയണം. കേട്ടോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ സിറാജിൽ ആരൊക്കെ എഴുതും, എന്തൊക്കെ എഴുതും, അതിനൊക്കെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ? അപ്പൊ നമ്മൾ ചോദിച്ചു ആരൊക്കെ എന്തൊക്കെ എഴുതുമോ, ആരൊക്കെയോ എന്തൊക്കെയോ എഴുതുമോ? കേട്ടോളൂ, ആരാ സിറാജിൽ എഴുതാറുള്ളത്? സിറാജിൽ വരുന്ന അക്ഷരങ്ങൾക്ക് ആരാണ് പിതാക്കന്മാർ എന്ന് നിങ്ങൾ തന്നെ പറയട്ടെ. വായിക്കുന്നു, സിറാജിന്റെ അക്ഷരങ്ങൾക്ക് പിന്നിലെ ശക്തിയും ജീവനും സാത്വികരായ പണ്ഡിതരുടെ ചിന്തകളാണ്. സാത്വികരായ പണ്ഡിതരുടെ ചിന്തകളാണ് സിറാജിൽ വരാറുള്ളത്. മാത്രമല്ല തൂവെണ്മയാർന്ന അവരുടെ വാക്കുകളാണ് പത്രത്തെ നയിക്കുന്നത്. നിങ്ങൾ ചോദിച്ചില്ലേ ഞാനോ ഉള്ളാൾ തങ്ങളോ ആണോ പരിശോധിക്കാറ്? എല്ലാ ദിവസവും ഇപ്പൊ ഉള്ളാൾ തങ്ങളും ഞാനും കാന്തപുരം ഒക്കെ പോയിട്ടിങ്ങനെ, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദും ഉള്ളാൾ തങ്ങളും ഒക്കെ പോയിട്ടിങ്ങനെ തലേ ദിവസത്തെ പത്രം അങ്ങനെ പരിശോധിക്കുക, എന്നിട്ട് സിറാജ് ഇറക്കുക. അങ്ങനെ നടക്കുമോ നിങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. കാരണം നിങ്ങളുടെ അവകാശവാദം തന്നെ എന്താണ്? ഒന്നുകൂടെ കൽപ്പിക്കട്ടെ. സിറാജിന്റെ അക്ഷരങ്ങൾക്ക് പിന്നിലെ ശക്തിയും ജീവനും സാത്വികരായ പണ്ഡിതരുടെ ചിന്തകളാണ്. തൂവെണ്മയാർന്ന അവരുടെ വാക്കുകളാണ് പത്രത്തെ നയിക്കുന്നത്. ആത്മീയമായ തെളിച്ചമാണ് ഞങ്ങളെ നേർവഴി നടത്തുന്നത്. പുതുകാലം ആവശ്യപ്പെടുന്ന പരിഷ്കരണങ്ങൾക്ക് എത്ര കണ്ട് വിധേയമായാലും ആത്മീയ നേതൃത്വത്തിന്റെ വെളിച്ചമുള്ളതിനാൽ ഞങ്ങൾക്ക് വഴി തെറ്റില്ല എന്ന് വളരെ കൃത്യമായി നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. ഇനിയും ഇതാ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ഇനി അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ വിനീതന്റെ വാക്കാണ്, പാവപ്പെട്ടോന്റെ വാക്കാണ്. കേട്ടോളൂ, അതാ പേരോട് പറയട്ടെ. എന്താ പറയുന്നത്? സിറാജും യസ്വയ്യസും പരസ്പര പൂരകങ്ങളാണ്. അതിനുവേ കണ്ടോ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞതിന്റെ മധുവൊക്കെ പറഞ്ഞിട്ട് പറയാണ്, അതിനുവേണ്ടി നാം എല്ലാം മുന്നിട്ടിറങ്ങണം. സിറാജിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് വെറും ഭൗതികമല്ല, അതും ഒരു ദീനീ പ്രവർത്തനം തന്നെ. അബുദാബിയിൽ വെച്ച് പ്രസംഗിച്ചതാണ്. അതുകൊണ്ടാണ് പേരോട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ടിക്കറ്റും എടുത്തങ്ങ് ഷാർജയിൽ നിന്ന് വന്നാ മതിയോ, വല്ലതൊക്കെ ഒന്ന് കൊണ്ടുവരണ്ടേ? നിങ്ങൾ അബുദാബിയിൽ പോയി ഏത് പത്രമാണ് പ്രചരിപ്പിക്കാൻ പറഞ്ഞതെങ്കിൽ അബുദാബിയിലടക്കം നിങ്ങൾ ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗൾഫിൽ തന്നെയുള്ള ഫോറിൻ സിറാജ് കൊണ്ടുവന്നിട്ടുണ്ടേ മുസ്ലിയാരേ. ഒന്ന് കാണണേ മുസ്ലിയാരേ, ഒന്ന് വായിക്കണേ മുസ്ലിയാരേ. ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഓരോരോ രംഗങ്ങൾ അതിലൊന്ന് കാണേണ്ടതുണ്ട്. ഇതിലെന്താ പറയുന്നത്? സിറാജ് ഒരുപാട് വളർന്നിട്ടുണ്ട്, പക്ഷേ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും മൂല്യങ്ങൾ കൈവിട്ടിട്ടില്ല, വിപണിക്ക് വേണ്ടി നിലപാടുകൾ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇനി കേട്ടോ, ആദർശത്തിൽ വെള്ളം ചേർത്തിട്ടില്ല. അപ്പൊ ഉറപ്പായില്ലേ ഇതൊക്കെ ഇവരുടെ ആദർശമാണെന്ന്. ഇവരുടെ ആദർശം എന്താണ്? പെണ്ണിന്റെ ഉടല് കാണിക്കുക, പെണ്ണിന്റെ സൗന്ദര്യം കാണിക്കുക, പെണ്ണിന്റെ ഭംഗി പ്രദർശിപ്പിക്കുക, അതൊക്കെയാണ് അവരുടെ ആദർശം എന്നല്ലേ അർത്ഥം. കാരണം ആദർശത്തിൽ വെള്ളം ചേർത്തിട്ടില്ല. ഇനിയും കേട്ടോ, സിറാജ് എന്നാൽ വിളക്ക് എന്നാണ് അർത്ഥം. വിളക്ക് എന്നാണ് അർത്ഥം. വെളിച്ചം പകരുകയാണ് വിളക്കിന്റെ ദൗത്യം. നല്ല വെളിച്ചമല്ലേ പകർന്നുകൊണ്ടിരിക്കുന്നത്? സിറാജ് പകർന്നുകൊണ്ടിരിക്കുന്ന വെളിച്ചം വല്ലാത്ത വെളിച്ചം തന്നെ. ഈ വെളിച്ചത്തിലൂടെ നിങ്ങൾ തെളിക്കുന്നത് സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് കേട്ടോ. ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. ഇനി പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തീർന്നുവോ? കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ നിങ്ങളുടെ ഒരു ജൂതായുസം എടുത്തു കാണിച്ചിരുന്നു. ജൂത നസാറാക്കളുടെ ഒരു പാരമ്പര്യം, ഒരു സ്വഭാവം എന്താണ്? അവര് ദിവസങ്ങളെ ചീത്ത പറയും, ദിവസങ്ങളെ അവര് ദുഷിച്ചു പറയും. ഇന്ന ദിവസം മോശമാണ്, ഇന്ന ദിവസം നഹസാണ്, ഇന്ന ദിവസം ഒരു കാര്യത്തിനും കൊള്ളാത്ത വളരെ ദുഷിച്ച ദിവസമാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നില്ലേ? അതിനൊന്നൊരു സാമ്പിളും എന്ന് പറഞ്ഞിരുന്നു. അതാ ശനി ദിവസമിൽ പുതിയ മുണ്ട് ധരിക്കലും എന്ന് പറഞ്ഞിട്ട് ശനി ഞായർ അതുപോലെയുള്ള ദിവസങ്ങളിൽ തുണി വാങ്ങലും
കൊടുക്കലുമൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു. നഹസുകൾ, നിങ്ങൾ നഹസുകളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ വിശ്വാസം? ജനങ്ങൾക്കിടയിൽ നഹസുകൾ പ്രചരിപ്പിക്കുന്ന അഥവാ ദിവസങ്ങളെ ചീത്ത പറയുന്ന, ഓരോ ദിവസങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇവർക്കുള്ളത്. നിങ്ങൾ നോക്കൂ, ദിവസങ്ങളെ ചീത്ത പറയുന്ന ഒരു ശൈലി നോക്കൂ. ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര, അത് വാങ്ങലും ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതന്നൊടുക്കുന്നത്. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. കണ്ടോ, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതാണോ ഈ ആശയം? ഇവര് പ്രചരിപ്പിക്കുകയാണ്. കല്യാണം നിശ്ചയിക്കാനൊരുങ്ങുമ്പോ, അതുപോലെ തന്നെ പല കാര്യത്തിനും ഒരുങ്ങുമ്പോ ദിവസത്തിന്റെ ആദലക്ക് നഹസ് ശകുനം നോക്കുന്നൊരു പരിപാടി. ഏതൊക്കെ ദിവസമാണ് നല്ലത്, ഏതൊക്കെയാണ് ചീത്തായെന്ന് ഇവരങ്ങ് തീരുമാനിച്ചു പോയി. വസ്ത്രം വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് പോകുമ്പോൾ പോലും ഇവര് പഠിപ്പിക്കുന്ന മര്യാദ എന്താ പറഞ്ഞത്? ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര, അത് വാങ്ങലും. ശനിയാഴ്ച ദിവസം നീ പുതിയ മുണ്ട് ധരിക്കാൻ പാടില്ല, ഗുണമുള്ളതല്ല സഹോദര, അത് വാങ്ങലും. എന്താ കാരണം? ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ. ധരിക്കുന്ന സമയത്തൊക്കെ ജസദിന് അസുഖം വരും. ശനിയാഴ്ച മുണ്ടെടുത്താലേ അന്ന് അസുഖം വരും. ആകെ പ്രശ്നാണ്. തീർന്നില്ല. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതന്നൊടുക്കുന്നത്. ഞായറാഴ്ചയും ഔട്ടായി, ഞായറാഴ്ചയും വച്ചില്ല. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. ഇനി എന്താ നാശങ്ങളെന്ന് കേട്ടോളൂ. തീ വീണതായി നശിക്കേണ്ടതാണ് ആ മുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. അത് മാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ അമ്മെപ്പോഴും ഒഴിയാതിരിക്കും പൊന്നേ. എന്റെ പൊന്നേ, നീ എങ്ങാനും അതങ്ങ് ധരിച്ചാൽ നിന്റെ മനക്ലേശം മാറില്ല കേട്ടോ. മനസ്സിലെപ്പോഴും ഹമ്മായിരിക്കും കേട്ടോ. മാത്രമല്ല തീ വീണതായി നശിക്കേണ്ടതാണ് മുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ട്, മോഷ്ടിച്ചു കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ചോദിക്കട്ടെ, ഇസ്ലാം ദീൻ അള്ളാഹുവിന്റെ റസൂല് പൂർത്തിയാക്കിയ ആ ഇസ്ലാം ദീന്, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളോട് ഇസ്ലാം ദീൻ അള്ളാഹ് പൂർത്തിയാക്കിയില്ലേ? ആ ദീനിൽ എവിടെയാണ് ശനിയെ ഇങ്ങനെ പറഞ്ഞത്, ഞായറിനെ ഇങ്ങനെ പറഞ്ഞത്, ചൊവ്വയെ ഇങ്ങനെ പറഞ്ഞത്? ഈ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാ, അത് വാങ്ങലും. അത് വളരെ കൃത്യമായി എന്ന് വിശദീകരിച്ചപ്പോ മുസ്ലിയാർക്ക് ഒരു മറുപടിയും പറയാൻ കിട്ടാതായപ്പോ മുസ്ലിയാർ ഉരുണ്ടതെന്തായിരുന്നുവെന്നോ, അന്നുണ്ട് മൗലവി കട തുറക്കുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും തുണിപ്പീടിയെ പോലെ നിങ്ങളെ കിതാബിലുണ്ട്. ഞായറാഴ്ച എന്തോ തുണിപ്പീടിയ തുറക്കുന്നു. ശനിയാഴ്ചയാണെങ്കിൽ ഏകദേശം നല്ല ലഭിച്ച് തീർന്നിട്ടുണ്ടാവില്ലേ? അടുത്ത ആഴ്ച പുതിയ പേരും അല്ലാണ്ടുണ്ടോ? സുബ്ഹാന ജല്ല ജലാലു. ഇതൊക്കെയാണല്ലോ നമ്മളെ തർക്ക വിഷയം. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഒന്നും ഉത്തരം പറയല്ല, അല്ലെങ്കിൽ പറയണ്ടേ, നിങ്ങൾ തെളിവ് തിരിച്ച് പറയണ്ടേ? ഒന്നുമില്ല എന്നുണ്ട്. പക്ഷെ ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ട് തുണിപ്പീടി ഓർക്കണേ. മറുപടി ഉണ്ടെങ്കിൽ അത് പറയണം. അതിന് ഇങ്ങനത്തെ ഓരോ മറുപടി. ഇതാണ് പേരോട്. ഞായറും പറ്റൂലെന്ന് പറയും. ഞായറാഴ്ച ഉണ്ടാ വല്ല കടയും തുറക്കല്, പിന്നെ വല്ല പഴയ സാധനങ്ങളാ ശനിയാഴ്ച ഉണ്ടാകുക, എന്നിട്ട് ആരും പോവില്ല. എന്താ ഈ മൗലവിയുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടതാണ് പേരോട്. വിടൂല, വിടൂല. മറുപടി പറഞ്ഞേ പറ്റൂ. ഉദ്ധരിക്ക്. ഈ ദിവസങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഉദ്ധരിച്ച കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള സഹിഹായ പരമ്പരയോടുകൂടി നിങ്ങൾ തെളിവുദ്ധരിക്ക്. തടി സലാം
കരാമത്താക്കാമെന്ന് വിചാരിക്കണ്ട, മറുപടി പറയണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. നാദാപുരത്ത് വന്ന് പെട്ടുപോയിയല്ലേ. മാത്രമല്ല നിങ്ങളോടന്ന് പ്രത്യേകം വിശദീകരിച്ചതാണ്. ഖബറിടങ്ങളിൽ മുട്ടും വിളിയും കരിമരുന്നും ജൂതനസറാനിസമാണ് വിശദീകരിച്ചു തന്നതാണ്. നിങ്ങൾ മിണ്ടിയിട്ടില്ല. ഇനിയോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പറയാൻ പോകുന്നത് ആണ്ട് നേർച്ചയും മുട്ടും വിളിയുമൊക്കെ ഇവിടെ നമ്മൾ പലവരും വിശദീകരിച്ചതാണ്. പേരോട് അതിനെ സംബന്ധിച്ച് മിണ്ടാൻ തയ്യാറാകുന്നില്ല. പണ്ട് മൂപ്പരോട് നമ്മൾ ചോദിച്ചു, മക്കയിൽ ആണ്ട് നേർച്ചയുണ്ടോ? മൂപ്പര് സധൈര്യം മറുപടി പറഞ്ഞു, പിന്നെ ഹജ്ജ് അവിടുത്തെ ആണ്ട് നേർച്ചയല്ലേ. കൊടികുത്ത് നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പിന്നെ മിനായിൽ ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ കുട്ടികൾക്കും മനഃപ്പാടമാണ് ആ പൊട്ടൻ ചോദ്യം. അങ്ങനെയൊക്കെ പൊട്ടത്തരം ചോദിച്ചു. നമ്മൾ ഓരോന്നും പറഞ്ഞു. നിങ്ങൾ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുട്ടുംവിളിയോടുകൂടെയുള്ള നേർച്ചയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തപ്പോ ഇവര് പറഞ്ഞു, നിങ്ങൾ കൊണ്ടോട്ടിയിലെ ആ തോന്നിവാസം കാണിക്കണ്ട, ഭീമാപ്പള്ളിയിലെ തോന്നിവാസം കാണിക്കണ്ട, ഞങ്ങൾ മുട്ടും വിളിക്കും പണ്ടേ എതിരാണ്, ഞങ്ങൾ ഇതൊക്കെ പണ്ടേ എതിർത്തിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നല്ല വെള്ള ചമയാൻ നോക്കി, തോളൊഴിയാൻ നോക്കുകയുണ്ടായി. ആ സമയത്തതാ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിവരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കെട്ട് പൊട്ടിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ വലിയ ഹോജയായ ശാലിയാത്തി, ആ ശാലിയാത്തിയുടെ ഫത്വ എടുത്ത് വായിച്ചിട്ട്, അതും നിങ്ങളുടെ സുന്നി വോയിസിൽ നിന്നെടുത്ത് വായിച്ചിട്ട്, ചെണ്ടമുട്ട് അനുവദനീയമാണ്, കുഴൽവിളി അനുവദനീയമാണ്, ശാലിയാത്തിയുടെ ഫത്വ വായിച്ചിട്ട് നിങ്ങളെന്തേ മിണ്ടാതെ പോകുന്നത്? മറുപടി പറയണം. നിങ്ങൾ കരയുദ്ധമാണെന്ന് പറഞ്ഞാ മതിയോ? പണ്ടേ ഇവിടുന്നൊരു ശരിയായ ആയുധം കൊണ്ടൊരു അങ്ങോട്ടൊന്ന് തന്നിട്ടില്ലേ? എന്തേ അതിനെപ്പറ്റി പറയാത്തത്? ശാരിയാത്തി എന്തിന്റെ പക്ഷക്കാരനാണ്? മുട്ടും വിളി ജായിസാണെന്ന് പറയുന്ന ആളല്ലേ? ചെണ്ടമുട്ട് അനുവദനീയമെന്ന് പറയുന്ന ആളല്ലേ? കുഴൽ വിളി കൊണ്ട് സിയാറത്തിന് പോകാമെന്ന് പറയുന്ന ആളല്ലേ? നിങ്ങളുടെ സുന്നി വോയിസിൽ വന്നതല്ലേ ആ ഫത്വ? വായിക്കണം സുന്നി വോയിസ് നിങ്ങൾ. എന്നിട്ട് രണ്ടാലൊന്ന് പറയണം നിങ്ങൾ. ഒന്നുകിൽ ശാരിയാത്തി പറഞ്ഞത് ശരിയാണ്, അതല്ലെങ്കിൽ അത് കള്ളമാണ്. രണ്ടാലൊന്ന് നിങ്ങൾ വിശദീകരിക്കണം. പരമ്പര ഇങ്ങനെ എണ്ണിയാ പോരാ. ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് കേട്ടോ. ശാലിയാത്തിയുടെ ഫത്വ ഞാൻ ചോദ്യങ്ങളിലും ചോദിച്ചില്ലേ? മമ്പുറത്തെ കളിയാട്ടം മുട്ടും അതുപോലെ തന്നെ ചെണ്ടയും കൊയൽവിളിയുമായിട്ട് വരുമ്പോ അതാ ജുമാ ഖുത്ബ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിൽ പോലും അന്ന് കാണിച്ചു. ഇപ്പോഴും മമ്പുറത്ത് മുട്ട് നടക്കുന്നു. മമ്പുറത്ത് തങ്ങളുടെ ഖബറുള്ള മുറ്റത്ത് വെച്ച് ചാടിക്കളിക്കുന്നു, ചെണ്ട മുട്ടുന്നു. അവിടെ അതാ ആ കളിയാട്ടം നടക്കുന്നു. അവിടെ നിന്നാണ് കളിയാട്ടം പുറപ്പെടുന്നത്. ദർഗയുടെ മുറ്റത്ത് നിന്നാ കളിയാട്ടം പുറപ്പെടുന്നത്. അവിടുന്ന് പുറപ്പെട്ടിട്ട് എവിടെയാ അവസാനിക്കുന്നത്? അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. മുട്ടിച്ചിറയിലുള്ള ഒരു പള്ളിയിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഇന്നും അവരുടെ ഖബറിന്റെ മുറ്റത്ത് വെച്ചിട്ട് അതാ ആട്ടവും കളിയാട്ടവും കൊടിമരം തവാഫ് ചെയ്യലും അതിങ്ങനെ കണ്ടിട്ട് ആശീർവദിക്കുന്നില്ലേ? മുസ്ലിയാന്മാര് കണ്ടു നിന്ന് രസിക്കുകയല്ലേ? ആ ഭാഗം നിങ്ങളൊന്ന് കാണണം. അതോടനുബന്ധമായി വല്ലതും പറയാനുണ്ടെങ്കിൽ നമുക്കപ്പോൾ പറയാം. മമ്പുറം മക്കാമ കാണിക്കുന്നത് അവിടുന്ന് തുടങ്ങിയാണ് പരിപാടി. എന്താ സുന്നത്ത് ജമാഅത്തിന്റെ പെണ്ണുങ്ങള് പള്ളിയിലാവുമ്പോഴേ പ്രശ്നമുള്ളൂ, അവിടെ ആകുമ്പോ പ്രശ്നമൊന്നുമില്ല. എന്താ മമ്പർത്തങ്ങളെ മുറ്റത്താട്ടോ, മമ്പർത്തങ്ങളെ ജാറത്തിന്റെ മുറ്റത്താ നടക്കുന്നത്. തുടരട്ടെ. കണ്ടോ ഈ ആശീർവദിക്കാൻ കയറുമ്പോ തൂങ്ങി നിൽക്കുന്നുണ്ടോ?
അതാ ശൈത്താനിയത്ത്, അതാ തുള്ളലടങ്ങി. മമ്പർത്തെ തങ്ങൾ ഇതൊക്കെ അങ്ങനെ കിടന്ന് കാണാട്ടോ, മുറ്റത്താ കിടന്ന് കാണുകയാണ്. നിങ്ങളെ വിശ്വാസപ്രകാരം പറയുന്നത് കണ്ടോ, മക്കാമ തുറക്കുന്ന നേരം, നട തുറക്കുന്നതും അടക്കുന്നതുമായ സമയമൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ആ ചെണ്ടല നടു കുടുങ്ങിക്കണോ നോക്കിയാളി, നടു കുടുങ്ങല് വലിയ വിഷയമാണ് അലവി പറയല്. പറയട്ടെ, എന്തൊക്കെ പറഞ്ഞത് ഹറാമാണെന്നൊക്കെ എന്താ പറഞ്ഞത്? ചന്തമുട്ടനെ ഹറാമാണെന്ന് ജായിസാണെന്ന് ആവശ്യത്തിൽ ആയിക്കോട്ടെ, ഉണ്ടായിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ദുരിയായ, അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല. അത് ജായി തന്നെയാണ്. പിന്നെന്താ? അപ്പൊ ആ പുസ്തകത്തിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. അവിടെ ഇടുങ്ങിയുടെ വിഷയം വരുന്നത്, അത് ഇടുകുമ്പോ വിഷയം ഇടുങ്ങിയുടെ വിഷയം വലിയ വിഷയം തന്നെയാണ്. ഇടുങ്ങലും വലിയ വിഷയം തന്നെയാണ്. പറയണോ, അത് നിങ്ങൾക്ക് തികയായിട്ടാണ്. നോക്കണം, ഹലാലായ ചെണ്ടയാ. അതൊക്കെ ചിലത് അകത്തി എന്നപ്പോഴുള്ള ആശ്ലേഷങ്ങളാ. അതാ കൊടിമരം തവാഫ്, മമ്പർത്തെ കൊടിയാ കാണുന്നത്. കൊടിമരം തവാഫ് തുടങ്ങാൻ പോവുകയാണ്. പുറപ്പെട്ടു, മമ്പറത്തുനിന്ന് പുറപ്പെട്ടു. ഇനി പോകുന്ന എടുക്കാന്നറിയോ? മുട്ടിയാറ പള്ളിയിലേക്ക്. ഇവിടെ സമാപനം. എന്താ അവിടെ മൂല്യന്മാർക്ക് ഹിജാബിന്റെ ആയത്തൊന്നും ബാധകമല്ല കേട്ടോ. കുട്ടിനെയും തോളിലിട്ട് മര്യാദ നിൽക്കുന്നുണ്ടില്ലേ, അതൊന്നും വിഷയമല്ല. മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നം യേശു, അതുപോലെ തന്നെ മറ്റൊരു ചിത്രം മുകളിൽ വേറൊരു മുസ്ലിമിന്റെ സിമ്പലായിട്ട് വേറൊന്ന്. ഇതിപ്പോ എവിടെ എത്തിയെന്നറിയോ? ഒരു മിനിറ്റ്, ഇതിപ്പോ എവിടെ എത്തി? മുട്ടിച്ചിറ പള്ളിയിലെത്തി. മുട്ടിച്ചിറ പള്ളിയിലെത്തുമ്പോ ടീമിലുള്ള ആൾക്കാർ ജുമയോടെ നടക്കുന്നു കേട്ടോ. അപ്പൊ ജുമയുടെ സമയത്തുള്ള ഒരു ചങ്ങാതിനെ വേറൊരാൾ കൊണ്ടോണ രംഗം ഇടക്ക് കണ്ടോളി. ജുമയുടെ നേരത്ത് കൊണ്ടുപോണ്ട് അത് നിട്ടമോനെ അതാ പോണു. പള്ളിന്നാണ് അവിടെ പോകേണ്ടത്. പള്ളി കൂടിയാണ്, പള്ളിന്റെ വരാന്തയിലൂടെ. അതാ ജുമ നടക്കുന്ന, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ നടക്കുന്നൊരു ജുമ നടക്കാൻ പോവാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ജുമാക്കുള്ള ഖതീബ് ഇങ്ങനെ ആ ഏട് നോക്കിയിട്ട് ഇങ്ങനെ വായിക്കുന്നത് കേൾക്കാം. ആൾക്കാർ ജുമാക്ക് വന്നതാ, പക്ഷെ അവർക്കുണ്ടോ ആ ഈണം കേൾക്കാൻ നേരം. ഇവിടെ പള്ളിയിലേക്ക് വരവേൽക്കാൻ വേണ്ടി ടീം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും അതിലേക്കാ ശ്രദ്ധ. മൂപ്പരവിടെ ഇങ്ങനെ വായിക്കുന്നു. ഏതായാലും ഉപകാരമില്ലാന്ന് എല്ലാവർക്കും അറിയാം. എന്നാ ഈ കൊട്ടുമുട്ടയിലും ശൈത്താനിയത്തേലും കേൾക്കട്ടെ, കാരണം അതൊക്കെ ഹലാലാണെന്ന് ശാരിയാത്തിന്റെ ഫത്വ ഉണ്ടല്ലോ, മമ്പർത്തങ്ങളെ പാരമ്പര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പരമ്പര പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ആൾക്കാർക്ക് ആ ജുമയിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് കണ്ട അത് കാര്യം എന്ന നിലയ്ക്ക് ആളുകളൊക്കെ ഹുതുബ എടുക്കുമ്പോ ഇങ്ങട്ടാ നോക്കുന്നത്. കണ്ടോളി. നോക്കുന്നുണ്ട് ആൾക്കാർ ഹുതുബ അവിടെ നടക്കുന്നത്. ആ വിളക്ക് കത്തുന്നത് ഏതാ? എവിടെയാ വിളക്ക് കത്തിച്ചു വെച്ചത്? കാണാം, മുട്ടിച്ചിറ പള്ളി, അതിന്റെ ഭണ്ഡാരമാണത്. അവിടെ ആ വിളക്ക് കൊളുത്തി വെച്ചിട്ടുള്ളത്. ജുമാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാരും കണ്ണുങ്ങട്ടാ. മുട്ടിച്ചിറ ജുമാ മസ്ജിദ് അതാ.
മൗലിയരിങ്ങനെ നിൽക്കണുണ്ടോ? നോക്കി നിൽക്കാണ് പൈസ എങ്ങനെ വീണത് എന്നൊക്കെ. കണ്ടില്ലേ, വായിക്കുക. മുട്ടിച്ചിറ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി. കണ്ടില്ലേ, ആ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ ഖുതുബ നടക്കുന്ന നേരത്തെ അതാ മുസ്ലിയാർ അവിടെ ഇങ്ങനെ ഖുതുബ ഓതുന്നുണ്ട്. ആ ഖുതുബ ഓതുമ്പോ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത് മുട്ടേറ പള്ളിയിലേക്കുള്ള മുട്ടും വരവുകാരെയാണ്. ആ കാഴ്ച നിങ്ങൾക്ക് കാണാം. എന്തൊക്കെ തോന്നിവാസമാണ് മമ്പുറത്തെ ജാറത്തിന്റെ മുറ്റത്ത് നടക്കുന്നത്. ആര് കാണിച്ചാലും ഇസ്ലാമിന്റെ നിയമം അതല്ലെന്ന് സ്നേഹബുദ്ധിയാ നിങ്ങൾക്ക് അന്യമതസ്ഥരോടാണെങ്കിൽ അത് പറഞ്ഞുകൂടെ? അതല്ലേ ഞങ്ങൾ മുമ്പേ പറഞ്ഞത്? മുട്ടും വിളിയെ സംബന്ധിച്ച് മമ്പറത്തെ തങ്ങൾ അത് ജായിസാണെന്ന് പറഞ്ഞയാളാണ്. മമ്പറത്തെ തങ്ങൾ തുടങ്ങി വെച്ചതാണെന്നൊക്കെ അതിനെപ്പറ്റി പത്ര റിപ്പോർട്ടുകളില്ലേ? മിണ്ടുന്നില്ല ഒന്നിനും. ഖുർആനിലൂടെ, ഹദീസിലൂടെ, ഇജ്മായിലൂടെ, ഖിയാസിലൂടെ തെളിവുദ്ധരിക്കാനാവുന്നില്ല എന്ന് പേരോടിന് ബോധ്യായി. തെളിവ് പറയാൻ എന്നെ കൊണ്ട് കഴിയൂല. ശരിക്കും മനസ്സിലാക്കിക്കോ. ഈ മൗലവി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഖുർആൻ ഓതിയിട്ട്, ഹദീസ് ഓതിയിട്ട്, ഇജ്മാ ഉദ്ധരിച്ചിട്ട്, ഖിയാസ് പറഞ്ഞിട്ട് എനിക്ക് പറയാനാവില്ല എന്ന് വന്നപ്പോ പെട്ടുപോയ ഈ മുസ്ലിയാര് അവസാനം കണ്ട ഒരടവെന്താ? നല്ല രസം കിട്ടും. മറുപടി പറയാനാകുന്നില്ല, തെളിവ് പറയാനാവില്ല എന്ന് കണ്ടപ്പോ മുസ്ലിയാരെടുത്തൊരു അടവെന്താണെന്നറിയോ? തെളിവ് ചോദിക്കാൻ തന്നെ പാടില്ല, അത് പേഴ്ചവരെ പരിപാടിയാണ്. തെളിവ് ചോദിച്ചൂടാണ്. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നൊക്കെ ചോദിക്കില്ല, പേച്ച ആൾക്കാരുടെ പരിപാടിയാണ്. ഒരു 3-4 സ്ഥലത്ത് മൂപ്പർ ആ കാര്യം പറയുന്നുണ്ട്. എന്റെ ശ്രോതാക്കളൊന്ന് ശരിക്ക് ശ്രദ്ധിച്ചോ. തെളിവ് പറയാനാവൂലാന്ന് കണ്ടപ്പോ ഒന്ന് അടവ് മാറ്റി നോക്കിയാണ്. രക്ഷപ്പെടാൻ അനുവദിക്കൂല, തെളിവ് തന്നേ പറ്റൂ. അതുകൊണ്ട് തെളിവ് ചോദിക്കൽ എന്നെ പേച്ചോല പരിപാടിയാന്ന് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളി. ബുഖാരിയിലുണ്ടോ, ഹദീസുണ്ടോ, ഖുർആനുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യം മുഅ്തസിലിയാക്കളെ ചോദ്യമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു ജയിലിട്ടടിച്ച മുഅ്തസിലികളില്ലേ, ഇമാമിങ്ങളെ കൊന്നവരല്ലേ, അവരെ ചോദ്യമാണ്. പിന്നെ ഖദറിയ്യത്തിന്റെ ചോദ്യമാണെന്ന് വസാരി ഇമാം പറയുന്നു. ഖദറിയ്യത്ത് ആരാ? റസൂൽ പറഞ്ഞാൽ ഖദറിയ്യത്ത് മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ മജൂസികളാണ് ഖദറികൾ. അങ്ങനെ ഈ സമുദായത്തിലെ മജൂസികളാണ് ഖദറികൾ. അതുകൊണ്ട് തന്നെ അവർ മരിച്ചാൽ നിങ്ങൾ പോകണ്ട, അവരെ രോഗം കാണാൻ പോകണ്ട. കേട്ടോ, ഈ ചോദ്യം ചോദിക്കണൊരിഞ്ഞ് മരിച്ചാൽ രോഗം കാണാൻ പോകണ്ട, മരിച്ചാൽ അവരെ മയ്യത്ത് കാണാൻ പോകണ്ട, രോഗിയായ സന്ദർശിക്കാൻ പോകണ്ട. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? തെളിവ് ചോദിച്ചിന്. തെളിവ് തരല്ലാതെ ഇനി ഇവര് മരിച്ചാൽ കാണാൻ പോകണ്ടെന്ന് പറയലാണ് വേണ്ടത്. തെളിവ് പറ. ചോദിച്ചതിന് ഹദീസ് ഉദ്ധരിക്ക്, തെളിവ് പറയൂ. തെളിവ് പറയാൻ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോ എടുത്താടവാണ്, പിഴച്ചുപോയ കതിരികളുടെ വാദമാണ്, പിഴച്ചുപോയ മജൂസികളുടെ ആ രൂപത്തിലുള്ള സ്വഭാവമുള്ള കതിരികളുടെ സ്വഭാവമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? ഇനിയും പറയുന്നത് കേട്ടോളൂ. അത് തന്നെ തെളിവ് നോക്കിയിട്ട് സ്വീകരിക്കാവൂ. ഇമാമിന്റെ കൗല് സ്വീകരിച്ചുകൂടാ, തെളിവ് നോക്കിയിട്ടേ എടുക്കാവൂ എന്ന് പറഞ്ഞത് അത് ഖദറിയാക്കളാണ്. അപ്പൊ ഖദറിയത്തും മുഅ്തസിലത്തും വാദിച്ച വാദമാണ് ഇവിടെ മൗലവി വന്ന് ഛർദ്ദിച്ചത്. കണ്ടോ, മൗലവി വന്ന് ഛർദ്ദിച്ചത് അതാണ്. എന്നാ പിന്നെ കോരിത്തിന്ന്. മുഅ്തസിലത്തും ഖദറിയത്തൊക്കെ ചോദിച്ച ചോദ്യം നിങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിലേക്കാൻ വരുന്നുണ്ട്. അതിന്റെ മുമ്പ് ഇനിയും അതാ മൂപ്പർ അത് തന്നെ അവകാശപ്പെടുന്നത്. കേട്ടോളൂ, ഇത് പഴച്ച ചോദ്യമാണ്. കേട്ടോളൂ, മറുപടി ഇല്ല. എന്താണ് ചോദിക്കുന്ന പരിപാടി? അത് മുൻഗാമികളായ സഹാബത്തിന്റെ കാലത്തില്ല, താബീങ്ങളുടെ കാലത്തില്ല. കേട്ടോ, അവർക്കൊന്നും പരിപാടിയില്ല, ചോദിക്കൂല. പിന്നെ അടുത്ത വരട്ടെ. ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹദീസുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല, ഇമാമിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഖുർആനുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിക്കുന്നത് ആരുടെ പരിപാടിയാണ്? പിഴച്ചവരുടെ പരിപാടിയാണ്. എങ്ങനത്തെ പിഴച്ചവര്? രോഗിയായാൽ രോഗം കാണാൻ പോകാൻ പാടില്ലാത്ത വിധം പിഴച്ചവര്, മരിച്ചാൽ അവരെ കാണാൻ പോകാൻ പാടില്ലാത്ത വിധം പിഴച്ചവര്. എങ്കിലും മുസ്ലിയാരെ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളാണ് പെടുന്നത് കേട്ടോ. മുഅ്തസിലത്തിന്റെ രീതി, ഖദരിയാക്കൾ ചോദിച്ച ചോദ്യം, പിഴച്ചുപോയവര് ചോദിച്ച ചോദ്യം
നിങ്ങൾ തന്നെ ചോദിക്കുന്നു. നിങ്ങളുടെ ഇരട്ടത്താപ്പല്ലേ ഈ കാണിക്കുന്നത്? ഒരിക്കൽ പറഞ്ഞത് മറ്റൊരിക്കൽ ഓർമ്മയിലില്ല. അതുകൊണ്ട് അപ്പ അങ്ങനെ പറഞ്ഞുവെങ്കിലും മൂപ്പർക്ക് ചില ആവശ്യങ്ങൾ വരുമ്പോ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഖുർആനിലുണ്ടോ മൗലവി, ഹദീസിലുണ്ടോ? മുഅ്തസിലത്തിന്റെ പഴച്ച ചോദ്യം, ഖദരിയാക്കളുടെ പഴച്ച ചോദ്യം, ആ പഴച്ച ചോദ്യം ഇതാ പേരോടിനെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്നു. ഖിദ്ർ നബി വഫാത്തായി ഓടുന്നതിലുണ്ടോ? ഖിദ്ർ നബി വഫാത്തായി ഹദീസിലുണ്ടോ? കേട്ടോ എന്താ ചോദിച്ചേ? ഖിദ്ർ നബി വഫാത്തായി ഖുർആനിലുണ്ടോ? ഖിദ്ർ നബി വഫാത്തായി ഹദീസിലുണ്ടോ? മുഅ്തസിലത്തിന്റെ ചോദ്യം, ഖദരിയാക്കളുടെ ചോദ്യം, പിഴച്ചുപോയ കക്ഷികളുടെ ചോദ്യം, രോഗിയായാൽ കാണാൻ പോകരാൻ മാത്രം അതുപോലും പാടില്ലെന്ന് പറയപ്പെട്ടിട്ടുള്ള അത്രക്കും പിഴച്ചുപോയവന്റെ ചോദ്യം, മരിച്ചാൽ മയ്യത്ത് പോലും കാണരുതെന്ന് അത്രക്കും വഴിപിഴച്ചു പോയിട്ടുള്ള കക്ഷികളുടെ ചോദ്യം. ആരാണ് ചോദിച്ചത്? പേരോടല്ലേ? ആർക്കാണതൊക്കെ ചേരുക എന്ന് മൂപ്പര് തന്നെ സമ്മതിക്കുന്നു. ഇനിയും കേട്ടോളൂ, ഇനിയും കേട്ടോളൂ, അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? കേട്ടോ, ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? റിപ്പോർട്ട് എവിടെ? സനദ് എവിടെ? മുഅ്തസിലത്തിന്റെ ചോദ്യം, ഖദരിയാക്കളുടെ ചോദ്യം. ഇനിയും പേരോടിനെ കൊണ്ട് തന്നെ ഈ പഴച്ച കക്ഷികളുടെ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നു ഞാൻ. പേരോടതാ മുഅ്തസിലത്തിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു, ഖദരിയത്തിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു. വരട്ടെ മെമ്പർഷിപ്പിനുള്ള അടയാളം ഒന്നുകൂടി. ആയത്തുണ്ടോ ഖുതുബ മലയാളത്തിലാക്കുന്നതിന്? ഹദീസുണ്ടോ ഖുതുബ മലയാളത്തിലാക്കുന്നതിന്? ആയത്തുണ്ടോ ഖുത്ബ മലയാളത്തിലാക്കുന്നതിന്? ഹദീസുണ്ടോ ഖുത്ബ മലയാളത്തിലാക്കുന്നതിന്? ആരുടെ ചോദ്യമാ? പിഴച്ചവരുടെ ചോദ്യമാണ്. ഇനി പറയൂ, ആരാണ് പിഴച്ചത്? ആരെയാണ് രോഗം കാണാൻ പോകാൻ പറ്റാത്തത്? ആര് മരിച്ചാലാ കണ്ടുകൂടാത്തത്? പറയണേ. മറുപടി പറയാനും സാധിക്കാതെ നിങ്ങൾക്ക് വന്നില്ലേ? മാത്രമല്ല, നിങ്ങളുടെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ നിങ്ങളോട് അതാ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾ ചിലതിനൊക്കെ വന്ന് ശ്രമം നടത്തിയിട്ടുണ്ട്. മറുപടി പറയാനായിട്ടില്ല. പക്ഷേ നിങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ആ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടൊരു വിഷയമായിരുന്നു എന്ത്? നിങ്ങൾ ദിക്ർ ചെല്ലുമ്പോ ഇങ്ങനെ മൂടുകുലുക്കി ആടുന്നുണ്ട്, ചാഞ്ചാട്ട ദിക്റുണ്ട്, തുള്ളൽ ദിക്റുണ്ട്,